ലോകസ്ഥാപനത്തിന് മുമ്പേ എൻ്റെ കർത്താവ് എന്നെ കണ്ടായിരുന്നല്ലോ. ഫ്രൈസലോ, നീ ആറ്റി ചാടിയിട്ടും ചാകാഞ്ഞത് നിന്റെ നീന്തിൻ്റെ കൂടുതലൊന്നും അല്ല, നിന്നെ അന്ന് കണ്ടതുകൊണ്ടാണ്. നിന്റെ വണ്ടിയുടെ ടയർ ഊരിപ്പോയിട്ട് നിന്റെ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടിട്ട് നീ ചാകാഞ്ഞത്, ഹലോ ഫ്രൈസലോ, നീ രക്ഷയിലേക്ക് വരാൻ വേണ്ടി തമ്പുരാൻ മുന്നവേ കണ്ടതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇന്നലെ തുടങ്ങിയതാണോ? അല്ല, മിനിഞ്ഞാന്ന് തുടങ്ങിയതാണോ? അല്ല, ആ പദ്ധതിയെ പൊളിക്കാൻ ഇന്നത്തെ കൂടോത്രവാദിക്ക് കഴിയുമോ? ഇല്ല, മന്ത്രവാദിക്ക് കഴിയുമോ? ഇല്ല, ആഭിചാരകന് കഴിയുമോ? ഒരു നേർച്ച കൊണ്ട് കഴിയുമോ? ഒരു ചൊല്ല് കൊണ്ട് കഴിയുമോ? അങ്ങനെയാണ് നിന്നെ പിടിപ്പിക്കുന്ന സ്വർഗം ഇന്ന് പകൽക്കാലം ഇല്ലേ? നീ ഈ കർത്താവിൽ നിന്ന് വിശ്വസിച്ചേ, അവൻ അസാധ്യമായതൊന്നുമില്ല. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽക്കാലം അസാധ്യമായി ചിലത് നിന്റെ ജീവിതത്തിന്റെ മേൽ ചെയ്യുവാൻ ആത്മാവിന്റെ ഒരു ശക്തി ഇന്ന് രാവിലെ ഈ ഹോളിനകത്തേക്ക് ആത്മാവ് ശക്തിയോട് അയച്ചുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വന്ന് ജീവിക്കുകയും മരിച്ചു കഴിഞ്ഞാണ് കാഹളം ധ്വനിക്കുന്നതെങ്കിൽ അന്ന് ഉയർപ്പിക്കാൻ വേണ്ടി കൂടെ മുദ്ര. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ കിട്ടിയവരൊക്കെ നല്ലൊരല്ലേ പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഇത് ഒരു ദിവസത്തേക്ക്, ഒരു വെള്ളിയാഴ്ച രാവിലെ 10 തൊട്ട് 1 മണി വരെയും ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെയും ഉള്ളൊരു വ്യാപാരത്തിനല്ല. നിത്യതയിൽ നിന്നെ കൊണ്ട് എത്തിക്കുന്നത് വരെ ദൈവത്തിൻ്റെ ആത്മാവിനെ നിന്റെ മേൽ തന്നിരിക്കുകയാ. സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. 2-3 വാക്യങ്ങൾ നമുക്ക് ഈ പകലിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. ഒന്നുകൂടെ പറയുന്നു. ലൂക്കോസ് 1:35, എഫേസ്യർ 1:20, ഉൽപ്പത്തി 1:2. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. 35-ാമത്തെ വാക്യം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ ആ വാക്യം കാണാം അല്ലേ? 35-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചവന്. 35 വന്നില്ലേ? ഓക്കെ, ഫാസ്റ്റ് വായിച്ചു. യെസ്. അതിന് ദൂതൻ, മതി ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഒന്ന് വായിച്ചേ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ്. എല്ലാവരും പറഞ്ഞില്ലല്ലോ, എല്ലാവരും വാനങ്ങുന്നില്ലല്ലോ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇനി എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. ഉൽപ്പത്തി 1:2. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണം എന്നുള്ള ഏറിയ വാഞ്ചയോടെ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന് എന്തെല്ലാം നമ്മുടെ നിലവിൽ ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം ആത്മാവ് ചെയ്യേണ്ടതിനായി ഒരുമനപ്പെട്ടൊരു നിമിഷം പ്രാർത്ഥിച്ച്. നല്ല കർത്താവേ,
നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിൻ്റെ ദാസന്മാർ തിരുമുഖത്തേക്ക് നോക്കി തങ്ങളെ തന്നെ താഴ്ത്തി ഈ ദിനങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും പാദപീഠമായിരിക്കുന്നു. ഇവരുടെ ചെറുതും വലുതുമാകുന്ന വ്യക്തിപരമായ വിഷയങ്ങൾ, കുടുംബപരമായ വിഷയങ്ങൾ, തലമുറയുടെ മേലുള്ള വിഷയങ്ങൾ, സഭാ സംബന്ധമായ വിഷയങ്ങൾ, ശുശ്രൂഷാപരമായ വിഷയങ്ങൾക്കെല്ലാം ഇന്ന് പകൽ ദൈവം മറുപടി നൽകി നിൻ്റെ ജനത്തിൻ്റെ മുഖത്തെ ദൈവം ആദരിക്കണം. എതിരായി നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ നിൻ്റെ അഭിഷക്ത ഗണം ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. ഇന്ന് പകൽ മഹത്വം മുഴുവൻ അങ്ങെടുക്കണം. സ്വർലോക മണ്ഡലങ്ങളിലെ ദുഷ്ടാത്മശക്തികളെ സ്വർഗം ശാസിക്കണം. ദൈവാത്മ മണ്ഡലങ്ങൾ ഞങ്ങൾക്കായി തുറക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നമുക്ക് ഉറക്കെ കർത്താവിനെ സ്തുതിക്കാം. യഥാർത്ഥ ബന്ധക്കോസുകാരെ സ്തുതിക്കുന്ന ശബ്ദത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ച വാക്യം, എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നമ്മൾ വായിച്ചത് ഉൽപ്പത്തി 1:2 എല്ലാം തകർന്നതിൻ്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ലൂക്കോസിൽ വായിച്ചത് പരിശുദ്ധാത്മാവ് മറിയുടെ മേൽ വന്നു, ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിച്ചു. എഫീസിലേഖനത്തിൽ നമ്മൾ വായിച്ചത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കുറേ ചിന്തകളുണ്ട്. പാട്ട് പാടുന്നു, നമ്മുടെ സംഗീത ഉപകരണങ്ങളൊക്കെ അതിൻ്റെ വളരെ ക്ലൈമാക്സിലെത്തുന്നു. പാടുന്ന ദൈവദാസന്മാർ അവരുടെ മുഴുവൻ കഴിവെടുത്ത് 1-2 പ്രാവശ്യം കൂടെ ആ പാട്ട് പാടുന്നു. അപ്പോൾ നമ്മളെല്ലാം കൂടെ കുറച്ച് അന്യഭാഷ പറയുന്നു, കുറച്ച് കൈയടിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് ആത്മാവ് എന്നുള്ള ചിന്തയ്ക്കപ്പുറത്തേക്ക് ആത്മാവ് എന്തല്ല, ആത്മാവ് എന്താണ്, ആത്മാവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ ശാന്തമായി നമുക്ക് ലഭിച്ച സമയത്ത് ഒന്ന് ഓർപ്പിച്ച് വേഗം ഞാനിരിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്ന വളരെ സന്തോഷമാണ്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷെ അടുത്ത വാക്യം വളരെ ദുഃഖകരമാണ്. ഭൂമി പാഴായി. ഉണ്ടോ? എന്തിനെയാണോ ദൈവം സൃഷ്ടിച്ചത്, സൃഷ്ടിച്ചതിനെ പാഴായി ശൂന്യമായി ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ താണു, അതിന് മുകളിൽ ഇരുൾ മൂടി. പക്ഷേ എത്ര സംഭവങ്ങളാ നമുക്കൊന്നിച്ച് പ്രസംഗിക്കുക. എത്ര സംഭവങ്ങളാ പാഴായി. എന്തിനെ പാഴായി? ദൈവം എന്തിനെ സൃഷ്ടിച്ചോ, എൻ്റെ കൂടെ പറയണം, ദൈവം എന്തിനെ സൃഷ്ടിച്ചോ സൃഷ്ടിച്ചതിനെ പാഴാക്കി. ഓക്കെ, എന്താണോ ദൈവത്തിൻ്റെ സൃഷ്ടി, യെശയ്യാവ് പറയുന്നു, യോബ് പറയുന്നു, അവൻ ഭൂമിയെ സൃഷ്ടിച്ച നാളിൽ ദൈവപുത്രന്മാർ ആർത്തുല്ലസിച്ചു. അപ്പോൾ അങ്ങനെയാണ് ദൈവപുത്രന്മാർ, സ്വർഗീയ ദൂതന്മാർ ആർത്ത് ഉല്ലസിക്കുന്ന സൗന്ദര്യത്തിലാണ് എന്തിനെ സൃഷ്ടിച്ചത്? ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ദൈവം സൃഷ്ടിച്ചത്. അത്ര മനോഹരമായതിനെക്കുറിച്ച് യോബ് പറയുന്നു, മനുഷ്യന് പാർപ്പാനത്രേ അവൻ ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യന് പാർക്കേണ്ടതിനായി സൃഷ്ടിച്ച ഭൂമിയെ ഒറ്റ നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ എനിക്കറിയത്തില്ല, അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, എങ്കിലും എപ്പോഴോ ഈ പൈശാചിക ശക്തികൾ അതിനെ പാഴാക്കി, അതിനെ ശൂന്യമാക്കി. അപ്പോൾ ഒരു ഭാഗത്ത് സൃഷ്ടിക്കുന്ന ദൈവം, ഒരല്ലിയെ പറഞ്ഞേ, മറുഭാഗത്ത് സൃഷ്ടിച്ചതെന്തോ അതിനെ പാഴാക്കുന്നൊരു ശക്തി. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇന്ന് പകൽ വന്നത് പാഴാക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതിനെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മ ശക്തിയാൽ ഇന്ന് രാവിലെ ജയിക്കാൻ തയ്യാറാകണം. മനസ്സിലാകുന്നവർ കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്തിനെയാണോ പിശാച് പാഴാക്കുന്നത്, ആ പാഴാക്കുന്നതിനെ, ശൂന്യമാക്കുന്നതിനെ, ഹല്ലേലൂയ ഹല്ലേലൂയ,
എനിക്ക് നിങ്ങളെ പരിചയമില്ല, നിങ്ങൾക്ക് ഒരു പക്ഷേ എന്നെയും പരിചയമില്ലായിരിക്കും, പക്ഷേ ടെലിവിഷനിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. എനിവേ, സ്തോത്രം. നിങ്ങളുടെ സ്ഥിതിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നവരിൽ പുറമെ നോക്കിയ കുഴപ്പമില്ലെങ്കിലും ശൂന്യതകൾ വന്ന, ഇരുളും മൂടിയ, ആഴത്തിൽ താണ ചിലതിനെ ദൈവാത്മാവ് ദർശിക്കുന്നുണ്ട്. അതിന് മീതെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ചില വിടുതലുകൾ പകരുവാൻ പോകുകയാണ്. അതെന്നിൽ സംഭവിച്ച കൊള്ളാമെന്ന് വിശ്വസിക്കുന്നവർ ഓ ജീസസ്. ശ്രദ്ധിച്ചേ, ദൈവം സൃഷ്ടിച്ചതിനെ പാഴാക്കാൻ കഴിയുമെങ്കിൽ, ദൈവം സൃഷ്ടിച്ചതിനെ ശൂന്യമാക്കാൻ കഴിയുമെങ്കിൽ, ദൈവം സൃഷ്ടിച്ചതിനെ ആഴത്തിലേക്ക് താഴ്ത്തിക്കളയാൻ കഴിയുമെങ്കിൽ, ദൈവം സൃഷ്ടിച്ചതിന് മീതെ ഇരുള് പരത്താൻ കഴിയുമെങ്കിൽ, ബലഹീനരായ നമ്മുടെ കാര്യമെല്ലാം പറയണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ പേടിക്കണ്ട, അതിനെ ജയിക്കുന്ന ഒന്ന് നമ്മളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന് ഈ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മുടക്കല്ലേ ഉണ്ടായുള്ളൂ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭൂമി പാഴായപ്പോൾ അത് പോട്ടെ, പുതിയൊരു ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? ഹലോ, ഒരു ഭൂമി ഉണ്ടാകാൻ പറയാൻ ദൈവത്തിന് വലിയ കാര്യമാണോ? ഇത്രയും ഗാലക്സികൾ, ഇത്രയും നക്ഷത്ര മണ്ഡലങ്ങൾ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു ഭൂമി പാഴായി, ആ പാഴായ ഭൂമി മാറിപ്പോകട്ടെ, പുതിയൊരു ഭൂമി കാണായി വരട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? പോരെ, മതി. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം പാഴായാൽ ഉടനെ നമ്മൾ കൂടെ എടുത്ത് ഗാർബേജ് കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി അവളെ ഒന്നിനും കൊള്ളത്തില്ല, അവനെ ഒന്നിനും കൊള്ളത്തില്ല, ഇനി അവന് ഭാവിയില്ലെന്ന് പറയുമ്പോൾ അവൻ പോയ വഴിക്ക് പോട്ടെ, നമുക്ക് വേറെ വരും എന്ന് പറയുന്ന ആളല്ല ദൈവം. ഏത് പാഴായോ, ഏത് ശൂന്യമായോ അതിനെ തന്നെ വീണ്ടും പണിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ എന്തിനെയാണോ പിശാച് പാഴാക്കുന്നത് അതിനെ തന്നെ വീണ്ടും പണിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ചേർത്തടിച്ച് പ്രൈസ് ദി ലോർഡ്. ഈ നല്ല ദൈവത്തെ സ്തുതിച്ചേ. ഏത് നല്ല ദൈവത്തെ? ഏത് പാഴിനെയും, ഏത് പാഴ് കേസിനെയും പ്രൈസ് ദി ലോർഡ് പണിയുന്ന, റീക്രിയേഷൻ ചെയ്യുന്ന, പുനർസൃഷ്ടിപ്പ് നടത്തുന്ന, വീണ്ടും നല്ലതാക്കി തീർക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കിന്ന് പകൽക്കാലമുണ്ട്. അവനെ ആരാധിപ്പാനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ അസാധ്യമായ ഒരു കാര്യമില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര ആഴത്തിൽ പോയതായാലും, എത്ര പാഴായതായാലും, എത്ര ശൂന്യത വരുത്തിയതായാലും അതിനെ ഇന്ന് പകൽക്കാലം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് പണിയാൻ കരുത്തുള്ള ഒരു ശക്തനായ ദൈവം നമുക്കുണ്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന രണ്ട് കൈയടി തീരുന്നതാണോ? അല്ല, ഒരു പാട്ടിന്റെ ക്ലൈമാക്സ് രണ്ട് അന്യഭാഷ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണോ? ഇതെല്ലാം വേണം, കൈയടിക്കണം, അന്യഭാഷ പറയണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താന്ന് നിങ്ങൾ അറിയണം. നമ്മളെന്താ ലൂക്കോസി വായിച്ചത്? ഒരു ഭയങ്കര ചോദ്യം. ദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിക്കും, നീ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, അവൻ സകല മനുഷ്യരെയും തങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനുള്ളവനാകയാൽ നീ അവന് യേശു എന്ന് പേരിടണം. അവൾ പറഞ്ഞു, ദൂത് നല്ലതാ, പക്ഷെ ഞാൻ ഒരു പുരുഷനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതെങ്ങനെ ചോദ്യം, അതെങ്ങനെ സംഭവിക്കും? എല്ലാവരും പറഞ്ഞേ. ഇന്ന് രാവിലെ ഒത്തിരി പേര് ചോദിക്കുന്നില്ലേ, അതെങ്ങനെ സംഭവിക്കും കർത്താവേ? അതെങ്ങനെ സംഭവിക്കും? ആ വഴി എങ്ങനെ തുറക്കും? ആ വിടുതൽ എങ്ങനെ നടക്കും? ആ യാത്ര എങ്ങനെ ഒരുക്കപ്പെടും? ആ വിവാഹം എങ്ങനെ നടക്കും? ആ കടഭാരം എങ്ങനെ തീരും? ചോദ്യം, അതെങ്ങനെ സംഭവിക്കും? ഒറ്റ ഉത്തരമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ നിന്റെ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പരിശുദ്ധാത്മാവ് വിഷയത്തിന് വരാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർ നല്ലപോലെ ആരാധിച്ചു. നിന്റെ ചോദ്യം എന്ന് പോലെ എന്തുമാകട്ടെ, അതെങ്ങനെ സംഭവിക്കും? എല്ലാവരും അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽക്കാലം ചില ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം തരുന്ന പകല. നോക്കിയേ, പരിശുദ്ധ ദൈവത്തിന്റെ ദൂതന്റെ ശക്തമായ മറുപടി ചോദ്യത്തിന്. ഞാനും ആ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൂതൻ പറഞ്ഞ് അല്ല, ചോദ്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ എപ്പോഴാണ് നേരിടുന്നത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. എന്താ യേശു പറഞ്ഞിട്ട് പോയേ? അപ്പോസ്തല പ്രവൃത്തി 1:4-8 വേഗം ഒന്ന് വായിച്ചേ. 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ശ്രദ്ധിച്ച് 8 വായിക്കുന്നതിന് മുമ്പേ കർത്താവ് ഒടുവിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ വാങ്ങിപ്പോകരുത്. ഈ ഉപവാസ ഞായറാഴ്ച ആശീർവാദം പറഞ്ഞാലും ആത്മാവ് കിട്ടാത്തവർ ഇവിടുന്ന് പോകല്ലെന്ന് എൻ്റെ അഭിപ്രായം. യോഗം നീട്ടാമെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടുന്ന് വാങ്ങി പോകരുത്. എപ്പം വരെ? പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാ പിതാവിന്റെ വാഗ്ദത്തം? എന്തുവായിരുന്നു? യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഞാൻ ചെന്ന് പിതാവിനോട് വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ വാങ്ങി നിങ്ങളുടെ മേൽ അയച്ചു തരും. അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അത് വന്നു കഴിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. കൈയടിച്ചിട്ടെന്നാണോ? അല്ല. അന്യഭാഷ പറഞ്ഞിട്ടെന്നാണോ? അല്ല. കൈ വീശിട്ടെന്നാണോ? അല്ല. പിന്നെന്തോ എഴുതിയേക്കുന്നേ? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തരും. എന്താണ്? ശക്തി. നല്ല പറഞ്ഞേ, എന്താ തരുന്നത്? ശക്തി. അപ്പൊ ആത്മാവിനെ പ്രാപിച്ചവർക്കല്ല എന്തോ ഉണ്ട്? എന്തോ ശക്തി? ആഴത്തിത്താണെ ഒന്നിനെ ഉയർത്താനുള്ള ശക്തി, ഇരുള് മൂടിയതിനെ മീതെ ഇരുള് മാറ്റാനുള്ള ശക്തി, പാഴായതിനെ പുനർസൃഷ്ടിപ്പാനുള്ള ശക്തി, ഹല്ലേലൂയ, ഇല്ലാത്ത ഒന്നിനെ ഉത്ഭവിപ്പിക്കാനുള്ള ശക്തി. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചിലത് ഉത്ഭവിക്കാൻ പോകുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മറിയയുടെ ചോദ്യം അതെങ്ങനെ സംഭവിക്കും? സ്വർഗം പറഞ്ഞു അത് ആത്മാവ് വരുമ്പോൾ ഉത്ഭവിക്കാൻ പോകുക. ഇതുവരെ ഇല്ലാത്ത ഒന്ന് നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്ഭവിപ്പിക്കുമെന്നുള്ളവർ ആരും മൗനമായിരിക്കരുത്. ഒരസാധാരണമായ ദൈവകൃപ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ തന്റെ ജനത്തിന്റെ മേൽ. എത്ര ഗൗരവമുള്ള വാക്യാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ മെസ്സേജിലേക്ക് വരുന്നേ ഉള്ളൂ. ഒന്ന്, ശക്തി ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ അടങ്ങിയിരിക്കല്ലേ. പക്ഷെ അത് ലഭിക്കുന്നതിന് വരെ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാതെ ഒരു ശുശ്രൂഷയ്ക്കും എല്ലാവരും പറഞ്ഞേ പോകരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളല്ല ശുശ്രൂഷിക്കുന്നത്, ആത്മാവാ ശുശ്രൂഷിക്കുന്നത്. നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമൊന്നും മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ ഈ സാധനം ചലിക്കത്തില്ല. ഇവിടെ കറണ്ട് ഉണ്ടെങ്കിലും ഈ മോനില്ലെങ്കിൽ ഈ സാധനം ചലിക്കത്തില്ല. അപ്പോൾ ഇത് ചലിപ്പിക്കാൻ ഒരാൾ വേണം, അതിനകത്ത് ശക്തി പകരാൻ ഒരാളും വേണം. ശക്തി പകർന്ന് കറണ്ട് കിട്ടിക്കഴിഞ്ഞ് ഈ മോൻ കൈകൊണ്ട് വല്ലതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാൻ ഒക്കും. അതേപോലെ നീ ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തെ ശബ്ദമുഖരിതമാക്കുന്നത് വ്യാപരിക്കുന്ന ശക്തിയാണ്. ആ ശക്തി ഇന്ന് പകൽക്കാലം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്ക് 55 വർഷം പ്രായ ഒരു അമ്മാമ്മ 55 വർഷമായിട്ട് തീയെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അല്ലേ. പണ്ട് വിറക് വെച്ച ആദ്യം ചൂട്ട് വെച്ചായിരുന്നു, പിന്നെ വിറക് വെച്ചായിരുന്നു, ഇപ്പം ഗ്യാസ് വെച്ചായി. ഈ 55 വർഷം എനിക്ക് വളരെ പരിചയമുള്ള തീയാന്നും പറഞ്ഞ് നിയമം തിരിച്ച് തൊടാനൊക്കോ? തൊട്ടാൽ അമ്മാമ്മ വിവരം പറയും ഇല്ലേ. 55 വർഷമായിട്ട് ഞാൻ രാവിലെയുമായിട്ടും കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ് കയറി തൊടാനൊക്കോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ തീ നിനക്ക് വളരെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ചായക്ക് ചായ, കാപ്പിക്ക് കാപ്പി, ഊണിന് ഊണ്, ഇതെല്ലാം ചെയ്തു തരുന്നെങ്കിൽ ആവശ്യമില്ലാതെ നിയമം തെറ്റിച്ച് തൊട്ടാൽ നീ കരിയും. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി അതുപോലെ തന്നെയാണ്.
നീ ഇതിന് സന്തത സഹചാരി ആയി കഴിയുമ്പോൾ ഈ ശക്തിയോട് സൂക്ഷിച്ച് എന്ത് ചെയ്യാവുള്ളൂ. കാരണം ഇത് കോട്ട ഇടിക്കാൻ പറ്റിയ ശക്തിയാണ്. അല്ലല്ലോ. ഇനി കർത്താവിനെ ഉത്ഭവിപ്പിച്ചതാരാ? പരിശുദ്ധാത്മാവ്. കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതാരാ? വായിച്ച എഫേസ്യ ലേഖനം 1:20. നമുക്ക് മെസ്സേജിലേക്ക് വരാം. ഒന്ന് വായിച്ചേ. 1:20. എഫേസ്യർ 1:20 വേഗത്തിൽ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. നമ്മൾ ഒരു ഭാഗത്തേക്ക് വരികയാണേ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. നോക്കിയിരിക്കണ്ട, ഒന്ന് ശ്രദ്ധിച്ചേ. പാഴതിനെ ഉയർപ്പിച്ചതാരാ? പരിശുദ്ധാത്മാവ്. മറിയയുടെ ഉദരത്തിൽ വ്യാപരിച്ച് യേശുക്രിസ്തുവിനെ ഉത്ഭവിപ്പിച്ചതാരാ? പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തുവിനെ മരിച്ചടങ്ങി കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാരാ? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് കൈയടിപ്പിക്കാനുള്ള കഴിവേ ഉള്ളോ? അല്ല. അന്യഭാഷ പറയാനുള്ള കഴിവേ ഉള്ളോ? അല്ല. ഉത്ഭവിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വൈദ്യശാസ്ത്രം പറയുന്നത് നിന്റെ 2 കിഡ്നി ഡാമേജ് ആയിപ്പോയി, നാളെ രാവിലെ തൊട്ട് ഡയാലിസിസ് ആരംഭിക്കണം, ആഴ്ച 3 ഡയാലിസിസ് ചെയ്യണം. ഇവിടുത്തെ മിഷൻ്റെ സൗകര്യം അനുസരിച്ച് നീ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വന്നാൽ മതി. അതൊക്കെ അവർ ക്രമീകരിക്കുന്ന കാര്യമാണ്. നമ്മൾ പോയി കടന്നു കൊടുത്താൽ മതി. അവർ ഡയാലിസിസ് ചെയ്ത് നമ്മളെ വിട്ടോളൂ. അല്ലെങ്കിൽ ആരും പറഞ്ഞില്ല. ഹല്ലേലൂയ. അടുത്ത ഡോക്ടർ പറയുന്നത് നിൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് 3 ബ്ലോക്കാണ്. മേജർ ബ്ലോക്ക് 2, അല്ലാത്ത 1. നിനക്ക് നാളെ ആൻജിയോഗ്രാം ചെയ്യണം, നാളെ കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് ബൈപ്പാസ് ചെയ്യണം. 2 സ്ട്രെൻഡ് ഇട്ടുകൊണ്ട് വീട്ടിൽ. ആരും ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ആത്മാവ് പറയുന്നു ഞാൻ ഉത്ഭവിപ്പിക്കും. ഇവർക്ക് സ്ട്രെൻഡ് ഇടാൻ അറിയാം, ആത്മാവിന് ഉത്ഭവിപ്പിക്കാൻ അറിയാം. ഹല്ലേലൂയ. ഇവർക്ക് ഡയാലിസിസ് ചെയ്യാൻ അറിയാം, ആത്മാവിന് ഉത്ഭവിപ്പിക്കാൻ അറിയാം. അങ്ങനെയാണ് ഉപവാസം വെച്ചിരിക്കുന്നത്. എന്തില്ലെന്ന് പിശാച് പറഞ്ഞോ, എന്ത് ശൂന്യമായെന്ന് പറഞ്ഞോ, എന്ത് പാഴായെന്ന് പറഞ്ഞോ, അതിനെ ഇന്ന് പകൽക്കാലം സൃഷ്ടിക്കാൻ വിശ്വസിക്കുന്നവർ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. ഇന്ന് രാവിലെ ചെന്ന് ഉത്ഭവിപ്പിക്കാൻ കഴിയുന്ന നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 14-ാമത്തെ വാക്യം വായിച്ചേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. 8:46 വായിച്ചേ. 8:46 വായിച്ചേ. 8:46 വായിച്ചേ. ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ. ഈ മാറാരോഗം പിടിപെട്ട രക്തസ്രാവക്കാരി എങ്ങനെ സൗഖ്യായേ? തൊട്ടപ്പം ശക്തി. നമ്മുടെ വിഷയം മറന്നുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. അവൻ നടന്നു പോകുമ്പോൾ ദീർഘവർഷങ്ങളായി 12 വർഷമായി ചികിത്സിച്ച് വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ള മുതലെല്ലാം വിറ്റ് ചികിത്സിച്ച ഒരു സാധു സ്ത്രീ ആൾക്കൂട്ടത്തിൻ്റെ തിരക്കിനിടയുടെ നുഴഞ്ഞ് കയറി അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്ത് ഒന്ന് തൊട്ടപ്പോൾ അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ക്ഷണത്തിൽ അവൾ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായെങ്കിൽ ഇന്ന് പകൽ ഉപവാസന 3-ാമത്തെ പകൽ ആത്മാവിൻ്റെ ശക്തി ഈ ശബ്ദ പരിധിയിൽ വ്യാപരിച്ചാൽ ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. നിന്നെ ബലഹീനമാക്കുന്ന, നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ മടിപ്പിക്കുന്ന, നിന്നെ രോഗിയാക്കുന്ന, നിന്നെ നന്മകളെ ശൂന്യമാക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിൻ്റെ മണവാട്ടിയാണല്ലേ? ഉറപ്പാണോ? എങ്ങനെ നമ്മൾ കർത്താവിൻ്റെ മണവാട്ടി ആയേ? നമ്മൾ കർത്താവിൻ്റെ മണവാട്ടി ആയത് എങ്ങനെ? യേശു ക്രിസ്തു എന്ന ആത്മ മണവാളനെ ഹൃദയം കൊണ്ട് നമ്മുടെ മണവാളനായിട്ട് അംഗീകരിച്ചു അല്ലേ? ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് ആ കാര്യം വാഗൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. നമ്മളെല്ലാവരും ആരായിരുന്നു? പാപികൾ. ഏത് പാപി? പൗലോസിൻ്റെ ഭാഷയിൽ ആ പാപികളിൽ ഒന്നാമൻ. നമുക്ക് സ്കൂളിലൊന്നും 1-ാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും പാപികൾ നമ്മളാരായിരുന്നു? ഹല്ലേലൂയ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞ ആ പാപികൾ ഞാൻ
ഒന്നവൻ. ഓട്ടത്തിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്പോർട്സിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ ഒരു കാര്യത്തിൽ ആരായിരുന്നു എല്ലാവരും? പാപികളിൽ ഒന്നാമനായിരുന്നു. പാപികളിൽ ഒന്നാമനായിരുന്നു. നമ്മെ രക്ഷിക്കാൻ പാപമില്ലാത്ത ഒരുത്തൻ കാൽവറിൽ എന്ത് ചെയ്യേണ്ടി വന്നു? യാഗമാകേണ്ടത്. പാപമില്ലാത്ത ഒരുത്തനെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള 2 പേരില്ല. അതാരാണ്? യേശു മാത്രം. എല്ലാവരും പറഞ്ഞേ, യേശു മാത്രമേ പാപമില്ലാതെ ഉലകത്തിലുണ്ടായിട്ടുള്ളൂ. അവന് മാത്രം തന്നെ പാപമില്ലാതെ വരാൻ കാരണം നമ്മളെല്ലാം പാപിയാകാൻ കാര്യം എന്നാ? നമ്മളെല്ലാം കൂടെ റിനി ജോർജിനെ പോലെ ഒത്തിരി പേരെ കൊന്നുകൊണ്ടാണോ? അല്ല, ജോളിയെ പോലെ ഒത്തിരി പേർക്ക് സൈനഡ് കൊടുത്തുകൊണ്ടാണോ? ഞങ്ങൾക്കിപ്പോൾ ജോളി നോക്കി കേൾക്കുന്നതിന് പേടിയായിട്ട് വന്നേക്കുക. ശ്രദ്ധിച്ചേ, അല്ലല്ലോ. അതുകൊണ്ടാണോ നമ്മൾ പാപിയായേ? സൈനഡ് കൊടുത്തുകൊണ്ടാണോ? അല്ലെന്നേ. നമ്മൾ ജന്മന ആരാണ്? അതെങ്ങനെ ജന്മന പാപിയായേ? നമ്മുടെ വല്യപ്പൻ പാപം ചെയ്തു. ആ പാപം ചെയ്ത അപ്പൻ്റെ മക്കൾ, കൊച്ചുമക്കളുടെ മക്കൾ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരിലേക്കും ആ പാപം അങ്ങ് വ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരിലേക്കും പരന്നു. അന്ന് മുതൽ പാപവും മരണവും നമ്മുടെ മേൽ വാഴുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വാഴുന്ന പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ പാപമില്ലാത്ത ഒരുത്തൻ ഉലകത്തിൽ ജനിക്കണമായിരുന്നു. അതിന് ഒരു പുരുഷ ബന്ധത്തിൽ ഉണ്ടാകുന്ന ആളായിരുന്നെങ്കിൽ ആ ആളും ആരായനേയും? പാപിയായനും. അങ്ങനെ പുരുഷബന്ധമില്ലാതെ ഒരുത്തൻ ജനിക്കണമായിരുന്നു. അത് ദൈവത്തിൻ്റെ സ്വർഗത്തിലെ വലിയ പദ്ധതിയാണ്. ഭൂമി ഉണ്ടായിക്കഴിഞ്ഞല്ല യേശുവിനെ ഉലകത്തിൽ മനുഷ്യനായി വിടണം എന്ന് ദൈവം തീരുമാനിച്ചത്. നിങ്ങൾ മിണ്ടിയില്ല. ഒന്നുകൂടെ പറയുന്നു, ലോകമുണ്ടായിക്കഴിഞ്ഞല്ല യേശുവിനെ ലോകത്തിൽ അയക്കണമെന്ന് ആര് തീരുമാനിച്ചേ? ദൈവം. ലോകമുണ്ടാകുന്നതിന് മുമ്പേ. ഈ പുസ്തകം പറയുന്നു, സ്തോത്രം, ലോകസ്ഥാപനത്തിന് മുമ്പേ. അങ്ങനെയാണെങ്കിൽ ലോകമല്ല ആദ്യം ഉണ്ടായത്, രക്ഷകനാണ് ആദ്യം ഉണ്ടായത്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രക്ഷകൻ ഉണ്ടായി കഴിഞ്ഞാണ് ലോകമുണ്ടായത്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരമടിച്ചോ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ഒരു കാര്യം, സഭയാണോ ആദ്യം ഉണ്ടായത്, ലോകമാണോ ആദ്യം ഉണ്ടായത്? ലോകമാ. വായിച്ചേ 1:4 എഫേസ്യ ലേഖനം 1:4 വേഗം വായിച്ചേ. സഭയാണോ ആദ്യം ഉണ്ടായത്, ലോകമാണോ? വേഗം വായിച്ചാട്ടെ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഹലോ, സഭ എന്നാ ഉണ്ടായേ? പറയെല്ലാരും. അങ്ങനെയാണ്. ലോകത്തെ നോക്കിയാണോ സഭയെ പഠിക്കണ്ടേ? സഭയെ നോക്കിയാണോ ലോകത്തെ പഠിക്കണ്ടേ? സഭയെ നോക്കിയാ. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേലിന് ബോംബുണ്ടാക്കുന്ന കാര്യം കണ്ടിട്ടല്ല സഭയെ നോക്കണ്ടേ. അവിടെ ഇപ്പോൾ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയ പിന്നെ 4 മാസത്തെ കൺവെൻഷൻ പ്രാസംഗിക പ്രസംഗം എന്തുവാ? ഇസ്രായേൽ റോബോട്ടിനെ ഉണ്ടാക്കി. 4 മാസത്തെ പ്രസംഗ വിഷയമാണ്. അവൻ്റെ വലിയ പുതിയ ബോംബ് കണ്ടുപിടിച്ച 4 മാസത്തെ പ്രസംഗം അവൻ്റെ ബോംബ് ഉണ്ടാക്കിയ കാര്യമാണ്. അത്തി തളർത്തു, വേനലെടുത്തു. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് വിഷയം ഇസ്രായേലല്ല. സ്വതന്ത്രം പറഞ്ഞേ. ദൈവത്തിന് വിഷയം ലോകമല്ല. ദൈവത്തിന് വിഷയം പുത്രൻ്റെ ചോര കൊടുത്ത സഭയാ. നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് പകൽക്കാലം ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് കാൽവറി ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിന്റെ സഭയാ, പുത്രന്റെ മണവാട്ടിയാ. നിനക്ക് ആ പദവി ലഭിച്ചത് ഓർത്തുന്ന രാവിലെ ആ കരമൊന്ന് ചേർത്തടിച്ച് ആത്മാവി ദൈവത്തൊന്ന് സുധിച്ച്. ലോകത്തിലേറ്റവും വലിയത്, ലോകത്തിലേറ്റവും ശ്രേഷ്ഠം ദൈവത്തിന്റെ സഭയോ. അപ്പൊ ശ്രദ്ധിച്ചേ, ലോകസ്ഥാപനത്തിന് മുമ്പേ, മോനെ ബാക്കി എഴുതി കാണിച്ചേ. ലോകസ്ഥാപനത്തിന് മുമ്പേ നാം തന്റെ സന്നിധിയിൽ, ആരുടെ? ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും. എല്ലാരും പറഞ്ഞേ വിശുദ്ധരും. കേട്ടില്ല. വിശുദ്ധരും. വാ തുറന്ന് നാക്ക് സ്ഫുടമാക്കി എന്ന് പറഞ്ഞേ. വിശുദ്ധരും. വിശുദ്ധരും. ആ വാക്ക് പറയുമ്പോൾ സൂക്ഷിച്ചോണം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടേ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും. 2 നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മെ അവനിൽ. ഞാൻ ഈ ലോകത്ത് ജനിച്ചത് 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്, അല്ലേ? പക്ഷേ ഞാൻ ആ 21-ാം നൂറ്റാണ്ടിൽ ഇന്ന സ്റ്റേറ്റിൽ, ഇന്ന രാജ്യത്ത്, ഇന്ന ജില്ലയിൽ, ഇന്ന താലൂക്കിൽ,
ഇന്ന പഞ്ചായത്തിൽ ഇന്നാരുടെ ഇത്രാമത്തെ മോനായി ജനിക്കണമെന്ന് സ്വർഗം നേരത്തെ തീരുമാനിച്ച. നമ്മൾ പറഞ്ഞു എറണാകുളം ജില്ല ജനിക്കണമെന്ന് ഇല്ല. ഒരു മഴ പെയ്യുമ്പോൾ വാർത്തയിലെല്ലാം വെള്ളം കയറുന്ന ഇവിടെ ജനിക്കാൻ നമ്മളെല്ലാം പറഞ്ഞാണോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ ജനിക്കണമെന്ന് ആരുടെ പ്ലാനായിരുന്നു? നല്ല ഹല്ലേലൂയ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, അപ്പോൾ ഇതെല്ലാം ആരുടെ മുൻ പ്ലാനാണ്? പക്ഷെ ലോകമുണ്ടായി കഴിഞ്ഞല്ല എൻ്റെ സൃഷ്ടിപ്പോർത്ത്. ഞാൻ കർത്താവിൻ്റെ ദാസനാകണമെന്ന് ഓർത്തത് ലോകം ഉണ്ടായിക്കഴിഞ്ഞല്ല. അതിനൊക്കെ മുമ്പേ ക്രിസ്തു എന്ന മണവാളനെ പിതാവിൻ്റെ മടിയിൽ നിന്ന് എടുത്ത് അഴിച്ചങ്ങോട്ട് മാറ്റിക്കെട്ടി. പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ട് മാറ്റിക്കെട്ടിയപ്പോൾ അവൻ ചോദിച്ചു, എന്നെ എന്തിനാ മാറ്റിക്കെട്ടിയത്? ഈ നിൽക്കുന്ന മണവാട്ടിയെ കെട്ടാനാ. അന്ന് ദൈവം നമ്മളെ കാണിച്ചിരുന്നു, പക്ഷെ അത് ലോകത്തിന് മറഞ്ഞിരുന്നു. ആ മർമ്മം പൗലോസ് പറയാണ്, നമ്മുടെ പിതാക്കന്മാർക്ക് മറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിലെ മർമ്മമായിരുന്നു സഭ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ മർമ്മമായ സഭയ്ക്കകത്ത് പ്രിയരെ നീ ഉണ്ടായിരുന്നു. ആരും അവിചാരിതമായി വന്നതല്ല. വരാനൊരു കാരണം ഒരു ട്രാക്ട് തന്നായിരിക്കും, വരാൻ കാരണം ഒരു കൺവെൻഷൻ ആയിരിക്കും, വരാൻ കാരണം ടിനു ജോർജ് പാസ്റ്ററുടെ ഒരു പ്രാർത്ഥനയായിരിക്കും, വരാൻ കാരണം നിന്റെ രോഗമഴിഞ്ഞതായിരിക്കും, വരാൻ കാരണം കടം മാറിയതായിരിക്കും, വരാൻ കാരണം നിന്റെ കുടുംബ പ്രശ്നം പരിഹരിച്ചതായിരിക്കും. ഒരു മുഖാന്തരമുണ്ടായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിന്നെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ അനാദിനിത്യതയിലെ, കാരണം നല്ലപോലെ അടിച്ചാരാധിക്കണം, ദൈവത്തിൻ്റെ അനാദിനിത്യതയിലെ സ്വർഗീയ പദ്ധതിയോ. ഏറ്റെടുത്തിന് പകൽക്കാലം ശക്തിയോടെ നിമിഷം ദൈവത്തെ ആരാധിച്ച്, അർഹതയില്ലാത്ത നിനക്ക്, യോഗ്യതയില്ലാത്ത നിനക്ക്, ലോകം വിടക്കുന്ന നിനക്ക്, ആര് തള്ളിക്കളഞ്ഞ നിനക്ക് ദൈവം ഒരുക്കിയ ഭാഗ്യമോർത്ത് ഹല്ലേലൂയ. നമ്മുടെ കയ്യും ശബ്ദവും ഉയർത്തി നല്ല ഹല്ലേലൂയ പറയാം. എന്തിനാണെന്നറിയ ഇപ്പം പറയിപ്പിച്ചേ? ലോകസ്ഥാപനത്തിന് മുമ്പേ എൻ്റെ കർത്താവ് എന്നെ കണ്ടായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. നീ ആറ്റിച്ചാടിയിട്ടും ചാകാഞ്ഞത് നിന്റെ നീന്തിൻ്റെ കൂടുതലൊന്നും അല്ല, നിന്നെ അന്ന് കണ്ടതുകൊണ്ടാണ്. നിന്റെ വണ്ടിയുടെ ടയർ ഊരിപ്പോയിട്ട് നിന്റെ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടിട്ട് നീ ചാകാഞ്ഞത്, ഹലോ പ്രൈസ് ദി ലോർഡ്, നീ രക്ഷയിലേക്ക് വരാൻ വേണ്ടി തമ്പുരാൻ മുന്നവേ കണ്ടതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇന്നലെ തുടങ്ങിയതാണോ? അല്ല. മിനിഞ്ഞാന്ന് തുടങ്ങിയതാണോ? അല്ല. ആ പദ്ധതിയെ പൊളിക്കാൻ ഇന്നത്തെ കൂടോത്രവാദിക്ക് കഴിയുമോ? ഇല്ല. മന്ത്രവാദിക്ക് കഴിയുമോ? ഇല്ല. ആഭിചാരകന് കഴിയുമോ? ഒരു നേർച്ച കൊണ്ട് കഴിയുമോ? ഒരു ചൊല്ലു കൊണ്ട് കഴിയുമോ? അങ്ങനെയാണ് നിന്നെ വിടിപ്പിക്കുന്ന സ്വർഗം ഇന്ന് പകൽക്കാലം ഇല്ലേ? നീ ഈ കർത്താവിൽ നിന്ന് വിശ്വസിച്ചേ, അവൻ അസാധ്യമായതൊന്നുമില്ല. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽക്കാലം അസാധ്യമായി ചിലത് നിന്റെ ജീവിതത്തിന്റെ മേൽ ചെയ്യുവാൻ ആത്മാവിന്റെ ഒരു ശക്തി ഇന്ന് രാവിലെ ഈ ഹോളിനകത്തേക്ക് ആത്മാവ് ശക്തിയോട് അയച്ചുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കി, ഈ സഹോദരി അവിടെ പ്രശ്നം 12 വർഷമായിട്ട് ഇവിടെ അനുഭവിക്കുക അല്ലേ? ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയാം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇവക്കിനെയും വിൽക്കാനൊന്നുമില്ല, അങ്ങനെ എഴുതിയേക്കുന്നേ. അവക്കുള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ചു. സ്തോത്രം. ഇനി പോകാത്ത ഹോസ്പിറ്റലുകളില്ല. വൈദ്യന്മാരാൽ ഏറിയോന്ന് അവള് സഹിച്ചെന്ന എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ ചികിത്സാ രീതിയല്ലേ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മച്ചി ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ കാലയിൽ ഏതോ ഒരു പാമ്പ് കടിച്ചു ഒന്നും അമ്മച്ചി കണ്ടിട്ടില്ല. പക്ഷേ ഈ കാല് കുറേ കഴിഞ്ഞപ്പോൾ നീര് വെച്ച് പഴുത്ത് പൊട്ടി അളിയാൻ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ കരിയത്തില്ല, മുറിവ് എന്ത് ചെയ്താൽ പല ഹോസ്പിറ്റലിൽ ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവസാനം ഞങ്ങളൊരു വിഷകാരിയെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇങ്ങനെ പൊട്ടി അളിയുന്ന മാരകമായ വിഷമുള്ളൊരു പാമ്പ് കടിച്ചാണ്. അത് കരിയണമെങ്കിൽ ഈ കാല് 6 മാസം മണ്ണിനകത്ത് മൂടിയിടണം. ഉണ്ടായി ചെയ്യേണ്ടി വന്നു. 6 മാസം ഈ കാലം മണ്ണിനകത്ത് പൊതിഞ്ഞ് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, വെക്കുക. അങ്ങനെ വെച്ച് ആ മനുഷ്യൻ്റെ എന്തൊക്കെ ചികിത്സ ചെയ്ത് ഏതായാലും അത് കരിഞ്ഞു കേട്ടു. സ്തോത്രം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാമ്പ് കടിച്ചാൽ അമ്മച്ചി 6 മാസം കാലിനടി മണ്ണ് വെച്ചെങ്കിൽ ഈ അമ്മാമ്മ എന്തെല്ലാം സഹിച്ചു കാണും. ഏറിയൊന്നും സഹിച്ചെന്ന എന്തൊക്കെ ചികിത്സാ രീതി അതെനിക്കറിയത്തില്ല. ഹലോ, പ്രൈസലോ. ഓരോ വൈദ്യം പറഞ്ഞതും ഈ ആൻറ്റി എന്ത് ചെയ്തു സഹികെട്ട് ഇവക്ക് ഉണ്ടായിരിക്കുന്ന രോഗത്തിൻ്റെ പ്രത്യേകത, അന്നത്തെ ഇസ്രായേലിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഈ ആൾ കൂടുതൽ വരാനൊക്കത്തില്ല. ഇവൾ പാളയത്തിന് വെളിയിൽ നിൽക്കണം, കാരണം അവിടെ രോഗം അത്രയാണ്. അവൾ അശുദ്ധയാണ്. അന്ന് കുഷ്ഠം വരുന്നവർ, പിന്നെ ഈ രക്തസ്രാവം വരുന്നവർ, ഇവരൊക്കെ അശുദ്ധരുടെ പട്ടികയിലാണ്. അന്ന് അശുദ്ധരല്ലേ എവിടെ വരെ വരാവുള്ളൂ? പാളയത്തിന് വെളിയിലാണ്, പാളയത്തിനകത്ത് വരാനൊക്കത്തില്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ കർത്താവ് പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചു. സ്വതന്ത്രം പറഞ്ഞില്ല, പാളയത്തിന് പുറത്തകത്ത് വരാൻ കഴിയാതെ അർഹതയില്ലാത്തവരെ രക്ഷിക്കാൻ അവൻ പാളയത്തിന് പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇവൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ മാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളിമ്പിലെങ്കിലും ഒന്ന് തൊടണം. അതവിടെ ജീവിതത്തിന് വലിയ ആഗ്രഹമാണ്. പക്ഷെ അവൾ ആൾക്കൂട്ടത്തിൽ വന്ന് കയറിയ പ്രശ്നമാവും. അത് അവൾ ആൾക്കൂട്ടത്തിൽ വന്ന് കയറുന്ന ആരും അറിയാത്ത നിലയിൽ ആ തിരക്കിനിടയ്ക്കൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളിമ്പിലൊന്ന് തൊട്ടുടനെ കർത്താവ് നിന്നു. കർത്താവ് ചോദിച്ചു, എന്നെ ആരാണ്? അപ്പോൾ അത് വളരെ വില കുറഞ്ഞ ഒരു ചോദ്യമായിട്ട് ശിഷ്യന്മാർക്കും നാട്ടുകാർക്കും തോന്നി. കാരണം എല്ലാവരും എന്തുകൊണ്ടിരിക്കുക, തൊട്ടുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ആരാ എന്നെ തൊട്ട്? കർത്താവ് പറഞ്ഞു, അതെല്ലാം എല്ലാ യോഗത്തിനും വരും, എല്ലാ പ്രാവശ്യം കൈവെക്കും, എല്ലാ പ്രാവശ്യം രക്ഷിക്കപ്പെടും, അടുത്ത യോഗത്തിനും വരും. പക്ഷേ ആയുസ്സിൽ ആളെന്ത് ചെയ്യത്തില്ല. അങ്ങനെ വരുന്നവരല്ല, എങ്കിൽ നിന്ന് വിടുതൽ ആഗ്രഹിച്ചു വന്ന ഒരാളുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെ വന്നവരോടാണ് ദൈവം ഇടപെടുന്നത്. ഞാൻ ഇന്ന്, നിങ്ങൾക്കറിയാമോ, ഈ സുറോഫോയ്ക്കാരി സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിയവൻ പറഞ്ഞ്, ഇന്ന് ഞാൻ വിടുതലും കൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. അവൾ പോയ ഉടനെ പറഞ്ഞ്, കർത്താവേ എൻ്റെ കൊച്ചിന് സുഖമില്ല. കർത്താവ് മൈൻഡ് ചെയ്തു പോലില്ല. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവളുടെ ഈ ആവശ്യബോധത്തോടുള്ള കരച്ചിൽ കണ്ടപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞ്, കർത്താവ് കുറച്ച് നേരം ആയാലും അവളിങ്ങനെ പുറകെ നടക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറ, ഒന്നില്ല ഉണ്ട് അല്ലെ ഇല്ല, ഒരു കാര്യം പറ. ഉടനെ കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് അങ്ങനെ നായ്ക്കുട്ടികൾക്ക്. അവൾ അതേ കയറി പിടിച്ചു. സ്തോത്രം. ആ വായിൽ നിന്ന് പൊഴിഞ്ഞ് വീണ ഒറ്റ വാക്കേ കയറി പിടിച്ചു. പറഞ്ഞു, മക്കളുടെ അപ്പം എല്ലാം മക്കൾക്ക് കൊടുത്തു. അവരുടെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി KFC കൊടുക്കുവോ, അത് എനിക്ക് വിഷയമില്ല. മക്കളുടെ എല്ലാം മക്കൾക്ക് പിള്ളേർ തിന്നു വെച്ച് മേശന്ന് വീഴുമല്ലോ, അത് നായ്ക്കുട്ടിക്കൊള്ളാല്ലേ, അതെനിക്ക് തന്നെ വെച്ചാൽ മതി. നല്ലല്ലേ പറഞ്ഞേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കുള്ളത് എനിക്ക് വേണ്ട, പക്ഷെ അവരെ ശേഷിപ്പ് താഴെ വീഴുമല്ലോ, അത് നായ്ക്കുട്ടിക്ക് അർഹമായിട്ടുള്ള സാധനമല്ലേ. ഇന്ന് പകൽക്കൽ എനിക്ക് ലഭിക്കേണ്ട അർഹതയുള്ളത് എനിക്കാണ്. കർത്താവ് നിന്നുപോയി കേട്ടോ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, അവർക്കുള്ളത് ഇവർക്കുള്ളതും എനിക്ക് വേണ്ട, പക്ഷെ എനിക്ക് വേണ്ടി പൊഴിഞ്ഞു വീഴുന്നതാണെങ്കിലും ഒന്ന് തരാൻ സ്വർഗം തയ്യാറാണെങ്കിൽ, ഓ റാബാസ്, ഹല്ലേലൂയ. ആരോടൊക്കെയോ തൊട്ടു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ഇടപെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ചരണമേ ശക്തമായ ചില വിടുതലുകൾ പകർന്നുകൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർ നന്ദിയോടെ ദൈവത്തെ ആരാധിച്ചു. അസാധാരണമായ ദൈവകൃപയുടെ ഒരു വലിയ പകർച്ച ഇന്ന് രാവിലെ ഈ ആലയത്തിനകത്ത് ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാ. അല്പനിമിഷം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരിക്കലൂടെ കാര്യം വന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇങ്ങനെ ഒരുമാതിരി ഞങ്ങളുടെ റാന്നിക്കാരൊക്കെ പറയുന്നത് ഭയങ്കര ഹല്ലേലൂയ കേട്ടോ. അപ്പോൾ എന്നോട് ടിനു ജോർജ് ബാസ് പറഞ്ഞ എറണാകുളംകാർ അതിനേക്കാളൊക്കെ ശബ്ദമാണ്. പക്ഷേ എനിക്ക് കേട്ടപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലെ. അപ്പോൾ നിങ്ങൾ ആ ദൈവം എന്ന ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളിനിയും പറയാൻ പോകുന്ന എങ്ങനത്തെ ശബ്ദമാണെന്നറിയാമോ? അനന്തരം ഞാൻ സ്വർഗത്തിൽ കേട്ടത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, പിന്നെ തകർത്ത ഇടിനാദം പോലെ, പിന്നെ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെ. കേട്ട നാദം എന്തെന്നാൽ ഹല്ലേലൂയ. അങ്ങനെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ശബ്ദം അറിയാമോ? അപ്പോൾ ആ ശബ്ദത്തിൽ ഇവിടെ വെച്ച് ഉള്ള പ്രാക്ടീസാണ് ഇത്. പറയാൻ പോകുന്ന ഹല്ലേലൂയയുടെ പ്രാക്ടീസ്. നല്ല ഹല്ലേലൂയ വേണം പറയാൻ കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾക്കറിയാമോ? കർത്താവിൻ്റെ ശബ്ദം ഇവിടെ ഇപ്പോൾ എത്ര പേര് കാണും? 250-200 പേര് താഴെയല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, കടൽക്കരയിലെ പടകിലിരിക്കുക,
തിരയുടെ കടൽക്കരയിൽ പോയിട്ടുണ്ടല്ലോ അല്ലേ, ഇവിടെ അടുത്തുണ്ടല്ലോ. തിരയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം വല്ലതും ആർക്കെങ്കിലും കേൾക്കാമോ? ഇല്ല. കടൽക്കരയിലിരിക്കുകയാണ്, പടകയിലിരിക്കുകയാണ്. ചെറുപടക് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലെല്ലാം മീൻപിടുത്തക്കാരുണ്ടല്ലോ, അവർ പരിസരം നോക്കാതെ വർത്തമാനം പറയുന്നവരാ. മീൻപിടുത്തക്കാർ കണ്ടില്ലേ? ഉണ്ട്. അവരെല്ലാം കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പടക ദേശീയിരിക്കുകയാണ്. കരയ്ക്ക് 5000 പേരുണ്ട്, വലിയ പുരുഷാരം. കർത്താവ് മൈക്രോഫോൺ ഇല്ലാതെ, കോൾലെസ് ഇല്ലാതെ, അങ്ങനെ മിണ്ടുന്നില്ല. 50,000 വാട്ട്സിൻ്റെ സിസ്റ്റം ഇല്ലാതെ 5000 പേരോട് പ്രസംഗിച്ച ശബ്ദം തിരമാലയെ ഭേദിക്കുന്ന ശബ്ദമല്ലായിരുന്നു. പറ ആണോ? ആ കർത്താവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാണോ സ്തുതിക്കുന്നത്? പറഞ്ഞേ. ഹലോ. അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. നമ്മുടെ കർത്താവ് ആരാന്ന് അറിഞ്ഞിട്ട് വേണം അവനെ സ്തുതിക്കാൻ. ആ കർത്താവ് നമ്മുടെ മേൽ തന്ന ആത്മാവ് എന്താണെന്ന് അറിഞ്ഞു വേണം നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ. അതുകൊണ്ട് എപ്പോഴേലും ഒക്കെ സ്തുതിക്കാൻ സമയം കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ സൈഡൊക്കെ കോടി പോകുന്നതിന് മുമ്പേ, നമുക്കറിയത്തില്ല, ഒരു ഞരമ്പ് പോയാൽ പരിപാടി തീർന്നില്ലേ? പ്രീസലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വലിഞ്ഞോ ഷോർട്ടായോ നമ്മുടെ ഈ ശബ്ദമൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ കയ്യും കാലും കാണിക്കുന്നതിനൊക്കെ മുമ്പേ ഉള്ളപ്പോൾ നല്ലപോലെ ദൈവത്തെ സ്തുതിച്ചോണം. അതുകൊണ്ട് നല്ല ഒരു ഹല്ലേലൂയ കർത്താവിനെ പറഞ്ഞേ, ഒന്നുകൂടെ ശക്തിയോടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി എപ്പോൾ സ്തുതിക്കാൻ പറഞ്ഞാലും ഞാനല്ല, വേറെ ഏത് പാസ്റ്റർ എന്ന് പറഞ്ഞാലും നമ്മൾ സ്തുതിക്കുന്ന പാസ്റ്ററെ അല്ല, നമ്മൾ ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. അപ്പം ലജ്ജ കൂടാതെ എന്ത് ചെയ്തോണം? സ്തുതിച്ചോണം. ലജ്ജ കൂടാതെ ദൈവം തന്ന ശബ്ദത്തിൽ ആരോഗ്യത്തോടെ കർത്താവിനെ സ്തുതിച്ചോണം. സ്തുതിക്കുമ്പോൾ ഭയങ്കര വിടുതലാണ് കേട്ടോ. നമ്മൾ അറിയാത്ത ദൈവപ്രവർത്തികൾ പരമാർത്ഥതയോടെ നേരോടെ സ്തുതിക്കുന്നവന് വേണ്ടി ദൈവം ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, 3 വാക്യം ഞാൻ നിങ്ങളെ വായിപ്പിച്ചു. ഒന്ന്, പുരാതനമായി താണുപോയ ഒന്നിനെ ആത്മാവ് എന്ത് ചെയ്തു? ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, ഭൂമി കാണായി വന്നു. അല്ലല്ലേ പറഞ്ഞേ? വെള്ളം ഒരു ഭാഗത്തേക്ക് മാറി, അതത് തരം വൃക്ഷങ്ങളും സസ്യങ്ങളും മുളച്ചു വന്നു. ഓ, എന്തോ വാക്യ! ഇതെല്ലാം ആരാ ചെയ്തേ? മീതെ വ്യാപരിച്ച പരിശുദ്ധാത്മാവ. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് ഇനി ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞു ഒന്നിനെ കാണായി വരുത്താൻ കഴിയുമോ? ഹലോ. ഇനി ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞതിനെ പൊങ്ങി വരുത്താൻ കഴിയുമോ? പറ. നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കുമെന്നേ. അയ്യോ, നിന്റെ തലമുറയിൽ അത് സംഭവിക്കും. നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. ഇന്ന് രാവിലെ ഈ ദൈവത്തെ ഒന്ന് വിശ്വസിച്ചേ. എന്താണോ ചാണ് പോയത്, എന്താണോ ശൂന്യമായത്, എന്താണോ ഹല്ലേലൂയ താഹല ഇരുട്ടിൽ മറഞ്ഞത്, അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അതിന്ന് പകൽ സംഭവിക്കട്ടെ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, ശബ്ദബീജികൾക്കപ്പുറത്ത്, രാജ്യങ്ങൾക്കപ്പുറത്ത് ലൈവായി കാണുന്നവന്റെ കൂടാരത്തിൽ ഇന്ന് രാവിലെ ചിലതൊക്കെ ഉയർന്നു വരുവാൻ, ചിലത് മുളച്ചു വരുവാൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരാൾ കയറിപ്പോയി. 2-ാം അധ്യായത്തിൽ ഒരാൾ ഇറങ്ങി വന്നു. ഹലോ, അങ്ങനെയോ പാസ്റ്റേ വാക്യം? 1-ാം അധ്യായത്തിൽ എല്ലാവരും കാങ്കെ ഒരാൾ കയറിപ്പോയപ്പോൾ മുകളിലോട്ട് എല്ലാവരും കൂടെ നോക്കിയിരുന്നപ്പോൾ ദൂതൻ വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ വീണ്ടും വരും. പക്ഷെ 2-ാം അധ്യായത്തിൽ ആരിറങ്ങി വന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഇറങ്ങി വന്നിട്ട് അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. നിങ്ങൾ ആ വാക്യത്തിൽ 2-ാം അധ്യായത്തിൽ പറയാണ് 120 പേരുടെ ഒരു സംഘം. ഒന്ന് വായിച്ചേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. സ്തോത്രം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതിന്റെ 1-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചോനെ.
സഹോദരന്മാരായ അല്ല, പുരുഷന്മാരെ, 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം. ഒന്ന് ശ്രദ്ധിക്കണേ, സഭയല്ലായിരുന്നു, സംഘമായിരുന്നു. നമുക്കിവിടെ സഹകരണ സംഘമൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ 120 പേരുടെ ഒരു സംഘം. സഭയായത് എപ്പോഴാണെന്നറിയാമോ? ആത്മാവ് ഇറങ്ങിയപ്പോഴാണ്. ആത്മാവില്ലാത്ത കൂട്ടമെല്ലാം സംഘങ്ങളിൽ പെടുന്ന പിണങ്ങല്ലേ. ഫ്രൈസലോ. യേശുവിൻ്റെ അമ്മ മറിയയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ കൂട്ടി 120 പേരുടെ ഒരു സംഘം കൂടിയിരുന്നു. പക്ഷെ 2-ാം അധ്യായത്തിൽ ആ സംഘത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. പ്രൈസലോ. പതിക എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മൾ അച്ചു കുത്തുമായിരുന്നല്ലോ, ഇപ്പോൾ ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ. ആ പാടിപ്പോഴും മാഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഏത് ബ്യൂട്ടി പാർലറിൽ പോലും അത് മാറത്തില്ല. മാറുമോ എന്ന് പറഞ്ഞൊരു ആത്മാവ് ഒരിക്കൽ പതിഞ്ഞതാ. പ്രൈസലോ. അതിന് പൗലോസിൻ്റെ ഭാഷയിൽ വീണ്ടെടുപ്പിൻ നാളിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ആത്മാവ് പതിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ചത്തു കഴിഞ്ഞാലും ആ മുദ്ര മായത്തില്ല. കാഹളം ധ്വനിക്കുമ്പോൾ ആ മുദ്ര കിട്ടിയവനാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. നല്ലൊരു ഹല്ലേലൂയ കരമടിച്ച് പറഞ്ഞാട്ട് ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിനെ തന്നേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വന്ന് ജീവിക്കുകയും മരിച്ചു കഴിഞ്ഞാണ് കാഹളം ധ്വനിക്കുന്നതെങ്കിൽ അന്ന് ഉയർപ്പിക്കാൻ വേണ്ടി കൂടെ മുദ്ര. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ കിട്ടിയവരൊക്കെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഇത് ഒരു ദിവസത്തേക്ക്, ഒരു വെള്ളിയാഴ്ച രാവിലെ 10 തൊട്ട് 1 മണി വരെയും ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെയും ഉള്ളൊരു വ്യാപാരത്തിനല്ല. നിത്യതയിൽ നിന്നെ കൊണ്ട് എത്തിക്കുന്നത് വരെ ദൈവത്തിൻ്റെ ആത്മാവിനെ നിന്റെ മേൽ തന്നിരിക്കുകയാ. ഹല്ലേലൂയ. ഇനി ഈ ആത്മാവ് എന്താണെന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഇനി വായിക്കണ്ട, ഇവിടെ ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നാന്ന് മനസ്സിലായോ? ഈ മുടന്തൻ്റെ അമ്മ രാവിലെ നടന്നു പോയപ്പോൾ കൊച്ചെളിയിൽ നിന്ന് താഴെ വീണ് കാലൊടിഞ്ഞല്ല. ഹലോ. അപ്പം മോട്ടോർ സൈക്കിളെ കൊണ്ടുപോയപ്പോൾ വണ്ടിയെ തെറിച്ച് വീണ് ഇവനെ കാലൊടിഞ്ഞതല്ല. ഹലോ. ഇവൻ അമ്മയുടെ വയറ്റി വെച്ച് കാലൊടിഞ്ഞവനാ. എന്ന് പറഞ്ഞാൽ കെട്ട് ഉദരത്തി വെച്ചേ ഉള്ളതാ, ജനിക്കുന്നതിന് മുമ്പുള്ളതാ. ആത്മാവിൻ്റെ പ്രവൃത്തി ജനിച്ചു കഴിഞ്ഞ് ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നത്തെ പരിഹരിക്കുകയല്ല. നീ അങ്ങ് ഉദരത്തിലായിരുന്നപ്പോൾ പിശാച് കെട്ടിയതാണേൽ. ഹലോ. ഹല്ലേലൂയ. ഉലകത്തിലേക്ക് നിന്റെ കണ്ണ് തുറന്ന് വരുന്നതിന് മുമ്പേ അങ്ങ് അകത്ത് വെച്ച് പിശാച് കെട്ടിയതാണേൽ അരിക്കാൻ കരുത്തുള്ളതാ പരിശുദ്ധാത്മാവ്. മനസ്സിലാകുന്നവർ ദൈവത്തെ കരമടിച്ച് ആരാധിക്കട്ടെ. ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, എത്ര പഴക്കമുള്ള കേസായാലും ഇന്ന് രാവിലെ ആ വിഷയത്തിന്മേൽ പോരാ, ശക്തിയോടെ നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയരേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അടുത്തറിയണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, കുഞ്ഞെ വെള്ളിയും പൊന്നും എൻ്റെ കയ്യിൽ, പക്ഷെ എൻ്റെ കയ്യിലൊന്നുണ്ട്. അത് ഇന്നലെ കിട്ടിയ സാധന. ശ്രദ്ധിച്ച്, 1-ൽ കയറിപ്പോന്നു, 2-ൽ ഇറങ്ങി വരുന്നു, 3-ൽ ആ ഇറങ്ങി വന്നവൻ്റെ പ്രവൃത്തി തുടങ്ങുക. മനസ്സിലായോ? നമുക്കിത് കിട്ടിയാലും എന്തോ പരിപാടി?
നമുക്ക് ആത്മാവിനെ കിട്ടിയ എന്താ പരിപാടി? പാട്ട് പാടും, നമ്മുടെ ബ്രദർ പറയും കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഉടനെ നമ്മളെല്ലാം കൊണ്ട് എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയിപ്പിച്ചിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുമോ? പറഞ്ഞേ. ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ പറയാൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും മിണ്ടുമോ? നിങ്ങൾ മിണ്ടത്തില്ല, നിങ്ങളിങ്ങനെ ഇരിക്കും. ഹലോ, പത്രോസ് അങ്ങനെയാണോ ചെയ്തേ? അല്ല, ഇന്നലെ കിട്ടി, ഇന്ന് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുക. അങ്ങനെയാണ് ഇന്ന് തരും, നാളെ പ്രവൃത്തി തുടങ്ങൂ. ഒന്ന് സമർപ്പിച്ചേ. ഇന്ന് എനിക്ക് കിട്ടിയാൽ കർത്താവേ, ആ കിട്ടിയെന്ന് എറണാകുളം പട്ടണം അറിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലതിനെയൊക്കെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കയ്യിൽ കൂടെ അത് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് അവരെ ഏറ്റെടുക്കുന്ന ദൈവത്തിന് സ്തുതിച്ചേ. ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ചിലത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഓ ഹല്ലേലൂയ. നിന്റെ നാവിനെ ഒരു അഗ്നിനാവാക്കാൻ പോകുകയാണ്. നിന്റെ കരത്തെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ഒന്നാക്കി മാറ്റാൻ പോകുക. ഇന്ന് വിശ്വസിച്ചൊന്ന് ഏൽപ്പിച്ചേ. ആത്മാവ് ചിലരുടെ മേൽ 1-ാം നൂറ്റാണ്ടിൽ ചെയ്തതുപോലെ ഒരു അധികാരമുള്ള ശക്തി ഇന്ന് രാവിലെ പകരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. അതിന്റെ 14 വായിച്ചവന് 2:3-14. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. 19 വായിച്ചേ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരിക. കാര്യങ്ങൾ അവർ വാക്കിൽ തന്നെ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി എല്ലാവരും സ്റ്റേജ് ഇവിടെ നോക്കി അല്ലേ കാണാമേ. 3 കാര്യം. 1, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവരൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നു, നിങ്ങളെ ആരും നോക്കിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, മാനസാന്തരപ്പെട്ടവരെല്ലാം കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. മാനസാന്തരപ്പെട്ടവൻ തിരിയണം. എങ്ങോട്ട്? ദൈവത്തിങ്കിലേക്ക്. തിരിഞ്ഞവന് ദൈവത്തിൻ്റെ മുഖത്തുനിന്ന് ആശ്വാസം കിട്ടും. ആ വാക്യം ശ്രദ്ധിച്ചോ. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. 2 കാര്യം. 1, മാനസാന്തരപ്പെടണം. 2, തിരിയണം. തിരിയുന്നവന് കർത്താവിൻ്റെ മുഖത്തു നിന്ന് ആശ്വാസം ലഭിക്കും. പത്രോസിൻ്റെ 2ാമത്തെ പ്രസംഗമാണ്. 1ാമത്തെ പ്രസംഗം എവിടെ വെച്ചായിരുന്നു? മർക്കോസിൻ്റെ മാളിക മുറിയിൽ. അത് ആത്മാവ് കിട്ടിക്കഴിഞ്ഞുള്ള 1ാമത്തെ പ്രസംഗമാണ്. 1ാമത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയുടെ യോഗം തുടങ്ങിയപ്പോൾ 120 പേര്. നമ്മുടെ ഈ യോഗം പോലെ യോഗം കഴിഞ്ഞപ്പോൾ 3120 പേര്. അത്രയും പേര് വന്നാൽ സംഘാടകർക്ക് പിരിവിൻ്റെ കാര്യം പറയണോ? ഈ അറേഞ്ച്മെൻറ്റൊക്കെ ഭയങ്കര ചിലവാണ്. ഒരു ദിവസം 25 വെച്ചാണ് 7 ദിവസം എത്രയായി? 1.25 ലക്ഷം അല്ലേ? കണക്ക് ശരിയാണോ? ആണോ? ഓക്കെ. എന്നെ മറിയാമ്മ സാറാണ് കണക്ക് പഠിപ്പിച്ചത്. നിങ്ങളെയോ? ഓക്കെ. ഒരു ദിവസം 25,000 ചിലവാണ്. 7 ദിവസത്തേക്ക് എത്ര? അപ്പോൾ നിങ്ങൾ 7 ദിവസം 10 രൂപ വെച്ചിട്ടാൽ 70 രൂപ കിട്ടി എങ്ങനെ ശരിയാവും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസത്തെ കൺവെൻഷൻ വെച്ചേ. അപ്പോൾ എല്ലാവരും സ്വത്രാഴ്ച കൊണ്ടാണ് വന്നേ 2 ദിവസവും. പക്ഷേ ഞാൻ 2 ദിവസം എടുത്തില്ല. അപ്പോൾ എന്നോട് സ്നേഹമുള്ള 3-4 പേര് വന്ന് ചോദിച്ചു, അച്ഛാ സ്വത്രാഴ്ച എന്നെ എടുക്കാത്തത്. ഞാൻ സ്വത്രാഴ്ച എടുക്കണ്ട, അല്ല കാര്യങ്ങൾ എല്ലാം കർത്താവ് നടത്തും. അതുകൊണ്ട് ഈ 10 ഇടാൻ വന്ന പുള്ളി ഒരാൾ 10,000 രൂപ തന്നു, അടുത്ത ആൾ 10,000 തന്നു, വേറെ 2 പേര് 5,000 വെച്ച് തന്നു. എടുത്തായിരുന്ന ഇതൊന്നും കിട്ടത്തില്ല. എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇവരുടെ മനസ്സ് തുറന്നു. എടുക്കുമായിരുന്നേ പേഴ്സ് തുറക്കത്തുള്ളൂ. ഒരല്ലേലിയ പറഞ്ഞ് ഭയങ്കര ടെക്നോളജിയാണ്. കർത്താവ് എത്ര വിശ്വസനാന്ന് നോക്കി. അല്ലെങ്കിൽ 6 പേരുടെ കയ്യിൽ നിന്ന് 51,000 രൂപ കിട്ടി. പോരെ? 2 ദിവസത്തെ മീറ്റിംഗ് അത്രയൊക്കെ പോരെ? ഇവിടെ 25 അല്ലാകത്തുള്ളൂ. ഒരല്ലേലിയ പറഞ്ഞേ. അപ്പോൾ ഇതെല്ലാം അകത്ത് ആര് തോന്നിക്കണം? ആത്മാവ് തോന്നിക്കണം. ആത്മാവ് തോന്നിച്ചാൽ നമ്മുടെ കൈ. ഞാൻ ഒരു ദിവസം 1,000 പേര് വെച്ച് വന്നെന്ന് കൂട്ടിക്കുമോ? ഇവരെല്ലാം 10 ഇട്ട് എനിക്കാണെങ്കിൽ പൈസ ഇടുന്ന മിഷനില്ല. ഈ 10 എല്ലാം കൂടെ ആരെണ്ണി തീർക്കും? മറ്റേ 5 പേര് എണ്ണി തീർക്കാനില്ല. എല്ലാം നല്ല 2000 നോട്ടായിരുന്നു. നമുക്ക് എണ്ണാനും എളുപ്പമായിരുന്നു.
ഇനി ഡിസംബറിൽ ഈ പുള്ളി അത് പിൻവലിച്ചാൽ നമ്മളെന്ത് കൊടുക്കും? അതല്ലേ പറഞ്ഞേ, നമ്മളിത് കൊണ്ട് തലമുണക്കിടെ വെച്ചോണ്ട് വലിയ കാര്യമുണ്ടോ? കർത്താവിൻ്റെ വേലയ്ക്ക് കൂടെ. പ്രൈസലോ. ഞങ്ങളുടെ റാന്നി 2018 ഓഗസ്റ്റ് മാസം 15 വെള്ളം പൊങ്ങി കേട്ടോ. 3 നിലയൊക്കെ മുങ്ങിപ്പോയി. ഉടുത്ത കൈരിയല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. എല്ലാം കൂടെ മുങ്ങാനൊക്കെ ഒറ്റ മഴ മതി. അത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് മനസ്സിലായി. 1 മണിക്കൂറൊക്കെ നിന്നിരുന്ന് ഇവിടെ സംഗതി മാറിയനേ. തമ്പുരാൻ കടാശിച്ച അന്നേരം നിന്നതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ആപ്പാടെ ഒരു ചെയർമാൻ്റെ സാധനമൊക്കെ പോയുള്ളൂ. അങ്ങനെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. 1 മണിക്കൂർ നിന്നാണ് പല സാധനം എന്ത് ചെയ്തേനെ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യാൻ ഒക്കുമ്പോൾ ചെയ്തോണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവിടണം. ഇതെല്ലാം സുവിശേഷ വേലയുടെ ഭാഗങ്ങളാണ്. മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം മനസ്സോടെ അങ്ങ് അനുഗ്രഹിക്കും. ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, ഈ 2 കാശിട്ടാലും ആ ഇടുന്ന ആളിനെ കർത്താവ് എന്ത് ചെയ്യും? നോക്കും. എന്നിട്ട് എത്രയത്തിൽ നിന്നാണ് അത്ര ഇട്ടെന്ന് നോക്കും. അത് നമ്മളോട് ചുമ്മാ ഇങ്ങനെ 10,000 കൊടുത്തോണ്ട് മാനിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് എത്രയത്തിൽ നിന്നാണ് ഇട്ടെന്ന് നോക്കും. നോക്കിയപ്പോൾ അവക്കുണ്ടായിരുന്ന ഉപജീവനത്തിൽ നിന്ന് മൊത്തം കൂടാ. പ്രീസലോ. അപ്പോൾ കർത്താവിന് മനസ്സിലായി ഇവ കൊണ്ടാടുന്നേരം എന്ത് ചെയ്തേനെ? കൊടുത്തേനെ. അവളെയൊക്കെ ദൈവം അങ്ങ് എന്ത് ചെയ്തു? അങ്ങ് അനുഗ്രഹിച്ചു കേട്ടോ. കർത്താവിന് കൊടുത്ത് നശിച്ചവരാരുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ അങ്ങ് ചെയ്തോണം. അതിന് തെളിവ് ഞാൻ പറയാമേ. നമ്മുടെ ഈ ശീമോൻ എന്ന് പറഞ്ഞൊരു കാശുകാരൻ പരീശനുമാണ്. അപ്പോൾ തന്നെ 10 കാശുള്ളവനാണ്. ഈ കാശുള്ളവരെ നല്ല മനുഷ്യരാണ്. അതുകൊണ്ടാണല്ലോ യേശു അവരുടെ വീട്ടിൽ പോയത്. അപ്പോൾ പുള്ളിക്കാരൻ വന്നു പറഞ്ഞു, കർത്താവ് ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ഡിന്നറിന് ഞങ്ങളുടെ വീട്ടിൽ വരണം. കർത്താവ് പറഞ്ഞു, ഈ പരീക്ഷനെ അവൻ്റെ വരത്തിരുന്നല്ലോ പറഞ്ഞു. വിളിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. പക്ഷേ ഏത് പരീക്ഷ വിളിച്ചാലും യേശു എന്ത് ചെയ്യും? ഒരു അല്ലലിയെ പറഞ്ഞ് അപ്പോൾ യേശു അവൻ്റെ വീട്ടിൽ ഉണ്ണാൻ പോയി. ഉണ്ണാൻ ചെന്നിട്ട് നമ്മുടെയൊക്കെ വീട്ടിലോട്ട് വന്ന് ഡൈനിങ് ഹാളിൽ കയറുന്ന പോലെ അവരുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് നല്ല ഒരു പരുവത്തിനുള്ള പൊക്കത്തി മുറിച്ച് മാറിയ നല്ല പുൽമൈതാനങ്ങളുണ്ട്. അപ്പോൾ അവിടോട്ടൊക്കെ പോയി അങ്ങനെ നമ്മുടെ ഈ സെറ്റിയിലൊക്കെ ഇരിക്കുന്ന റോഡ് പോലുള്ള തലവണയൊക്കെ ഉള്ള അതിലൊരു തലവണയൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് അതിലൊരു കൊടുങ്കയോ കൊടുത്ത് കാലൊക്കെ നീട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ ഗുരുവാണ് വന്നേക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം ഗുരുവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കാൻ ചുറ്റുമിരിക്കും. പ്രിസലോ. അങ്ങനെ ഇരിക്കുമ്പോൾ വിളിക്കാത്തൊരു പുള്ളി വന്നു. ആ പുള്ളിക്കാരത്തെ ആ പട്ടണത്തിലെ ഫേമസ് പാവിയ. പ്രിസലോ. ആ പുള്ളിക്കാരത്തി വന്നും വെച്ച് 300 വെള്ളിക്കാശ് വിലയുള്ള സ്വച്ഛജട മാംസി തൈലം ഭരണിയോടെ പൊട്ടിച്ച് കാലയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ അത്തർ പൊട്ടിച്ച് എന്ത് ചെയ്തു? കാലയിൽ ഒഴിച്ചു. സ്തോത്രം. ഈ കർത്താവ് മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മറിയയും മറ്റേ മറിയയും സൂസന്നെയും സഹോദരിമാർ ചിലരും കൂടെ വിലയേറിയ സുഗന്ധവർഗ്ഗങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി. പക്ഷേ അവർക്ക് ചത്തു കഴിഞ്ഞുള്ള ശവത്തിലടക്കാനുള്ള ഭാഗ്യത്തിനാണ് പോയത്. പക്ഷേ ഇവളെക്കുറിച്ച് യേശു പറഞ്ഞു, അവൾ ജീവിച്ചിരുന്നപ്പോഴേ ആ കാര്യം ചെയ്തു. അവളെ വിട്ടേര്, അവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ളത് മുമ്പ് കൂട്ടി. ഹലോ, ചിലർ നേരത്തെ കാര്യം ചെയ്യും. നമ്മൾ മിണ്ടുന്നില്ല. നല്ല അല്ലരിയെ പറയണം. നിങ്ങൾ ആ വാക്യം മനസ്സിലായോ? ഇവൾ നേരത്തെ ആ കാര്യം എന്ത് ചെയ്തു? അപ്പോൾ ഇവൾ ചെയ്തപ്പം യൂദ പറഞ്ഞത് എന്തോ ഒരു മണ്ഡലത്തിലാണ് കാണിക്കുന്നു, ഇത്രയും പൈസ ഉണ്ടായിരുന്നു, നമുക്ക് എത്ര പേരെ സഹായിക്കാമായിരുന്നു എന്നെല്ലാം ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞ് അവളെ വിടെ. അവളെങ്കിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ളത് അവൾ മുമ്പ് കൂട്ടി ചെയ്തു. ചിലർ നേരത്തെ എറിയും കേട്ടോ. നിൻ്റെ വിത്ത് വെള്ളത്തിന്മേൽ ഇവൾ നേരത്തെ കയറി എറിഞ്ഞു. സ്തോത്രം. ഏറിയൊന്ന് കഴിഞ്ഞ് അതെല്ലാം നിനക്ക് മടക്കി തരും. ഒരു അല്ലലിയ പറഞ്ഞ്. ഈ വയലിൻ്റെ മാത്രം പ്രത്യേകത, എറിഞ്ഞാൽ ഈ സാധനം തിരിച്ച് നിനക്ക് 100 മടങ്ങ് കിട്ടിയിരിക്കും. നല്ല അല്ലലിയ പറഞ്ഞാട്ടെ. അപ്പോൾ നാളെ വന്നിട്ട് പറയണം, പാസ്റ്റർ ഇനി സ്വോത്ര കാഴ്ച 3 ദിവസം എടുക്കണ്ട, ഇതിൻ്റെ ചിലവുള്ള പൈസ ഞാനും ചെയ്തേക്കാം. അങ്ങനെയൊക്കെയുള്ള ആളിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ കൈപ്പൊക്കിക്കുന്നൊന്നുമില്ല, നിങ്ങളത് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഈ 7 ദിവസം കഴിഞ്ഞ് സംഘാടകർ വിഷമിക്കല്ലേ. നിൻ്റെ വിടുതലിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. ചിലപ്പോൾ ഒറ്റ ഒരാളുടെ വിടുതലായിരിക്കും. കർത്താവിൻ്റെ പ്രത്യേകത ഞാൻ പറയാമേ. കർത്താവ് 2ാമത് പ്രത്യക്ഷനായത് ഒരു തോമസിന് വേണ്ടി മാത്രമാണ്. അവനെ കൊണ്ട് പറഞ്ഞ് കൈക്കകത്ത് വിരലിട്, വിലാപ്പുറത്ത് വിരലിട്. എന്താ പറയുക, ഇവനെ എങ്ങനെങ്കിലും ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കണം. ഇവൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഒറ്റ ഒരാളിന് വേണ്ടി
കർത്താവ് ഗന്നസരത്തിൽ പോയത് 5000 പേര് പ്രസംഗിക്കാനാണോ? അല്ലെന്ന്, ഒരൊറ്റ പത്രോസിന് വേണ്ടിയാ. ഒരല്ലേ പറഞ്ഞ് കർത്താവ് ഈ പോകുന്നതെല്ലാം പലപ്പോൾ ഒരാൾക്കാണ്. ഈ യോഗം 7 ദിവസം വെച്ചെങ്കിലും ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും. നീ ഇന്ന് പകൽക്കാലം തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പാദപീഠമിരിക്കുമ്പോൾ നിന്റെ ഒരാളുടെ വിടുതലിന് വേണ്ടിയായിരിക്കും. ഏറ്റെടുക്കുമ്പോൾ നന്നായി ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ചില ആഴമായ വിടുതലുകൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ഞാൻ ഈ ശുശ്രൂഷയ്ക്കിടയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. 2-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞു മാനസാന്തരപ്പെടണം. എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുന്നവർ ദൈവത്തിലേക്ക് തിരിയണം. തിരിഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് നിനക്ക് ആശ്വാസം വരും. പ്രൈസ് ദി ലോർഡ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് കർത്താവ് പറഞ്ഞു, ഒരു അപ്പന് 2 പിള്ളേർ. അതിൽ ഒരുത്തന് അപ്പനോട് എന്ന് പറഞ്ഞ് എനിക്ക് ലഭിക്കാനുള്ള ന്യായമായ അവകാശങ്ങൾ എനിക്ക് തരണം. ഈ മാന്യനായ അപ്പനായതുകൊണ്ട് ചോദിച്ചപ്പോൾ അവൻ്റെ അവകാശമെല്ലാം എന്ത് ചെയ്തു? കൊടുത്തത് വിറ്റ് പറക്കി പോകാവുന്ന അധികാരത്തിലാണ്. അല്ല നമ്മുടെ കൂട്ട് നിനക്ക് തന്നെങ്കിലും അപ്പൻ്റെ അമ്മയുടെയും കാലം കഴിയുന്നത് വരെ ഞങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കും. ഞങ്ങനത്തെ ഒരുമാതിരി ഇണക്കത്തിലൊരു ലോൺ പോലും വെക്കാനൊക്കാത്ത പണിയൊന്നും അല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവന് കിട്ടിയ പാടെ വിറ്റ് പറക്കി കാശാക്കി പോക്കറ്റുണ്ട്. ഇവനെന്ത് ചെയ്തു? ദൂരദേശത്ത് പോയി. അവിടെ ചെന്ന് അവൻ ചിലവാക്കാവുന്ന മൊത്തം മാക്സിമം ചിലവാക്കി അവസാനം കൂലിക്ക് നടന്നു. ആരും അവനെ കൂലിക്ക് എടുത്തു. ഇവൻ കാശുള്ള വീട്ടിലെ കൊച്ചനാണ്, കാര്യമായിട്ട് പഠിച്ചില്ല. ഒരല്ലേ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജോലിക്ക് ആവശ്യം വന്നപ്പോഴാണ് പഠിക്കാഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് ഇവന് മനസ്സിലായത്. അവസാനം അവൻ ചെയ്യാൻ പറ്റിയ പണി പന്നിക്കൂട്ടി കിട്ടി. പക്ഷേ പന്നിക്കൂട്ടി കിട്ടിയപ്പോൾ എഴുതിയേക്കാണ് പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെയെങ്കിലും തിന്ന് വിശപ്പടക്കാൻ അവന് ആഗ്രഹിച്ചു. പക്ഷെ അതും അവന് പന്നിയുടെ വാളവര തിന്നല്ല. പണ്ട് പ്രദേശി പ്രസംഗിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് വാളവരയായിരുന്നു, ലഞ്ച് വാളവരയായിരുന്നു, ഡിന്നറും. ഇവന് ബ്രേക്ക്ഫാസ്റ്റും കിട്ടിയില്ല, ലഞ്ചും കിട്ടിയില്ല, ഡിന്നർ ഒരല്ലേ പറഞ്ഞേ. ഹല്ലേലൂയ. ഇവൻ തിന്നാൻ കൊതിച്ചെന്നേ ഉള്ളൂ, അതും അവന് കിട്ടില്ല. അവിടെ ഇരുന്നപ്പോൾ അവന് സുബോധം വന്നു. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തോ വരുന്നതാ? സുബോധം വരുന്ന, സ്തോത്രം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള ചിന്ത വരുന്നതാ. ഹല്ലേലൂയ. ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് അപ്പൻ്റെ വീടിനെ കുറിച്ച് ഇന്ന് 3-ാമത്തെ പകൽ എല്ലാവരുടെ ഹൃദയം അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർക്കണം കേട്ടോ. അപ്പൻ്റെ വീട്ടിലെ സമാധാനമുള്ളൂ, അപ്പൻ്റെ വീട്ടിലെ സന്തോഷമുള്ളൂ, അപ്പൻ്റെ വീട്ടിലെ ആനന്ദമുള്ളൂ. അവൻ നോക്കിയപ്പോൾ അവിടുത്തെ കൂലിക്കാർ കഴിക്കുന്നത് പോലെ എനിക്ക് കഴിക്കാൻ ഒക്കുന്നില്ല. അവൻ അപ്പോൾ എഴുന്നേറ്റ് തിരിഞ്ഞു. എത്രയും ദൂരം വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയോ അത്രയും ദൂരം തിരിഞ്ഞു വരിക എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പ്രൈസ് ദി ലോർഡ്. വന്നവൻ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അപ്പൻ്റെ മുഖത്ത് നിന്ന് അവനൊരാശ്വാസം വന്നു. എന്താ ആശ്വാസം? ആരവിടെ? വേഗത്തിൽ അവനെ കാല് കഴുക്, അവൻ്റെ കാലെ ചെരുപ്പിട്, കൈക്ക് മോതിരമിട്, വിശേഷ വസ്ത്രം കൊണ്ടണിയിക്ക്, അകത്തെ തടിപ്പിച്ച കാളക്കുട്ടിയാറക്ക്, ആർത്തിൻ്റെ വിരുന്നൊരുക്ക്. അകത്ത് നൃത്തം ആരംഭിച്ചെങ്കിൽ മടങ്ങി വരുന്നവന് അവൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസ കാലങ്ങൾ ഏറ്റെടുക്കുന്നവർ കരമൊന്ന് അടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് ഇന്ന് രാവിലെ അവൻ്റെ സന്മുഖത്ത് നിന്ന് ഹല്ലേലൂയ. അപ്പൊ ഈ യോഗത്തിന് വന്ന് എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ആദ്യമായിട്ടോ 2-ാമതായിട്ടോ വന്നെങ്കിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ആദ്യം ചെയ്യേണ്ടത് മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ടവര് കർത്താവിനെ പരസ്യമായിട്ട് ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞവര് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. കുടഞ്ഞല്ല, തളിച്ചല്ല, ഇത് സ്പ്രേ ചെയ്യുന്ന സാധനമൊന്നുമല്ല. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടപ്പോൾ നിൻ്റെ പഴയ മനുഷ്യൻ മരിച്ചുപോയി. ചത്തവനെ കുഴിച്ചിടുന്ന പണിയാണ് സ്നാനം. സ്തോത്രം. എഴുന്നേറ്റ് വരുന്നത് പുനരുത്ഥാനം പ്രാപിച്ച് യേശുവിനെ പോലെ പുതിയൊരു മനുഷ്യനായിട്ടാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ, പറഞ്ഞെല്ലാവരും കൂടെ, അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞു. പഴയതെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പഴയതെല്ലാം കഴിയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ നീ പഴയ ആചാരങ്ങളുടെ ഒന്നും പുറകെ പോകരുത്. ക്രിസ്തുവിൽ നീ ആരാണ്?
ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാന്ന് ഉറപ്പുള്ളവരെല്ലാം നല്ലൊരു അല്ലല്ലേ. നീ ഒരിക്കലും പഴയ കാര്യങ്ങൾക്ക് ഇനിയും പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല, നമ്മുടെ സമയം പോകും, നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരണമല്ലോ. 5-ാം അധ്യായത്തിൽ വരികയാണ്. 5-ാം അധ്യായത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. 5-ാം അധ്യായം. ആരും കണ്ണടച്ച് ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടണോ? ഇത് പറഞ്ഞു തീർക്കാൻ ഒക്കുന്നില്ല, ആ പാട്ട് പാടാത്ത. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പാട്ട് വലിയ ഇഷ്ടമുള്ള ആളാണ്. പാടിയാൽ ഒക്കത്തില്ലെന്നേ ഉള്ളൂ, എന്നാലും പാട്ട് ഇഷ്ടം. പക്ഷേ ഇന്നെനിക്ക് ആ എടുത്ത വിഷയം നിങ്ങളോടും തീർത്ത് ഒരു സമയത്ത് നിർത്തി എനിക്കും പോകണം. വൈകിട്ട് വേറെ യോഗം ഉള്ളതാ. അതുകൊണ്ട് ഞാൻ പാടാത്തത് കൊണ്ട് ആരും ഉറങ്ങരുത്. എല്ലാവരും കണ്ണ് തുറന്നിരുന്നേ. സ്തോത്രം. ഞങ്ങൾക്കൊക്കെ ഉറക്കമില്ല കേട്ടോ. വെള്ളിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു, ശനിയാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ പ്രസംഗിച്ചു, ശനിയാഴ്ച രാത്രി ബാംഗ്ലൂർ, ഞായറാഴ്ച പകൽ ബാംഗ്ലൂർ, ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവിലെ വന്ന് കല്യാണം നടത്തിയിട്ട് അതിനിടയ്ക്ക് ഒരു ചവടക്കൻ്റെ വീട്ടിലും പോയിട്ട് തിങ്കളാഴ്ച രാത്രി വേറെ കൺവെൻഷൻ പ്രസംഗിച്ചു. ഉറങ്ങാൻ ഒക്കുമോ? പക്ഷേ ഞാൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഉറങ്ങുവാണെങ്കിലോ? നിങ്ങളുടെ സ്ഥിതി, ഞാൻ പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ സ്ഥിതി ഇതാണ്, ഞാൻ ഉറങ്ങുവാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ടല്ലേ കണ്ണ് തുറന്നിട്ട് നോക്കിയേ. എന്നെ കാണാൻ കൊള്ളത്തില്ലേ കണ്ണടച്ചിരിക്കുന്നേ? മുടിയൊക്കെ നനച്ചാൽ അങ്ങനെ അങ്ങ് തീരെ വല്ലതും നോക്കി, നല്ല കണ്ണ് തുറന്ന് നോക്കി. ഒന്നുകൊണ്ടൊന്ന് വേണം ഒന്ന് തുറന്നടച്ചു, അപ്പോൾ അതിൻ്റെ ആ ഇതങ്ങ് മാറും. സ്തോത്രം. ആരും ഉറങ്ങല്ലോ, ഉറങ്ങേണ്ട കേസല്ല ഇത് കേട്ടോ. വളരെ ഉണർന്നിരുന്ന് ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉണർത്തുന്നത്. ചിലർ കണ്ണടച്ചെന്ന് പ്രസംഗിച്ചാളേ. ഞാൻ കണ്ണ് തുറന്നതുകൊണ്ട് നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? കണ്ണ് തുറന്നിരിക്കണം. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? കണ്ണടച്ചിരുന്ന് ദൈവത്തോട്. അത് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ്, മറ്റൊരു കാര്യം നീ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണടയ്ക്കാനായിട്ട് പറഞ്ഞത്. കണ്ണടച്ച് ഹൃദയത്തിൽ മൊത്തം കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. പ്രസംഗം കേൾക്കുമ്പോൾ കണ്ണ് തുറന്ന് ബൈബിളിലും നോക്കണം, പ്രസംഗനെ നോക്കണം. അതിനിടയ്ക്ക് എഴുതാനൊക്കെയാണ് എന്ത് ചെയ്യണം? പക്ഷേ എഴുതിക്കൊണ്ടേ അങ്ങിരിക്കരുത്. എഴുതാനൊക്കെയാണെങ്കിൽ ഇതെല്ലാം റെക്കോർഡല്ലേ, പിന്നെ ഒരു ലൈവായിട്ട് പിന്നെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പിന്നെ കണ്ടേച്ചാൽ മതി. ഒരല്ലേ പറഞ്ഞേ. ശ്രദ്ധിച്ചേ 5-ാം അധ്യായം 3-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം വേഗം ഒന്ന് വായിച്ചേ. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിലെ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. പത്രോസ് അവളോട് അല്ല, അടുത്ത വാക്ക്. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. അടുത്ത വാക്യം. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ 3 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത്. അപ്പം യോഗത്തിന് അമ്മാമ്മ എത്ര മണിക്കൂർ കഴിഞ്ഞാ വന്നേ? അച്ചാൻ്റെ വരവും കഴിഞ്ഞ് ശവോടക്കം കഴിഞ്ഞാണ് അമ്മാമ്മ യോഗത്തിന് വന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിക്കണേ. 3 മണി നേരം കഴിഞ്ഞ് അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അടുത്ത വാക്യം. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ. 3 വാക്യം വായിച്ചു. 1, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചു. 2, ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യാജം കാണിച്ചു. 3, ഇപ്പോൾ വായിച്ചത് കർത്താവിൻ്റെ ആത്മാവിനോട്. പരിശുദ്ധാത്മാവ് എന്താ? നമ്മുടെ ചിന്താവിഷയം മറക്കരുത്. അനന്യാസിനോടും സഫീറയോടും പത്രോസ് പറയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചു. 3-ാം വാക്യം. 4-ാം വാക്യം, ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത്. 9-ാം വാക്യം, കർത്താവിൻ്റെ ആത്മാവിനോട് പരീക്ഷിപ്പാൻ. ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവമാണ്, കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. പ്രൈസ് ദി ലോർഡ്. അന്ന് സഭ നടത്തിയത് പത്രോസ് അല്ലായിരുന്നു, അന്ന് സഭ നടത്തിയത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ ഇവരുടെ വസ്തു വിറ്റ് ഇവരുടെ പൈസ കൊണ്ട് വന്നേക്കാം. അപ്പോൾ നമ്മളാണെങ്കിലും വസ്തു മൊത്തം വിറ്റു. അപ്പോൾ മൊത്തം കൊണ്ട് ആലയത്തിൽ കൊടുത്താൽ നാളെ എന്നെ എടുക്കും. അതുകൊണ്ട് രണ്ടും കൂടെ ആലോചിച്ച് നമുക്കൊരു 9 ലക്ഷം രൂപയുടെ വസ്തുവാണ് വിറ്റത്. 8 ലക്ഷം രൂപ എന്ത് ചെയ്യാം? ചർച്ചയ്ക്ക് കൊടുക്കാം. ബാക്കി 1 ലക്ഷം രൂപ നമുക്ക് ഒക്കെ എപ്പോഴും ഒരു അത്യാവശ്യം വരുന്ന അറിയാനൊക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ മാറ്റി വെച്ചാൽ തെറ്റുമല്ലോ ഉണ്ടോ? പറ. ഇല്ല, തെറ്റില്ലായിരുന്നു.
വന്നപ്പോൾ ചോദിച്ചു ഇത്രയ്ക്കോ? അന്നേരം പറഞ്ഞാൽ അത് ഇത്രയ്ക്കല്ല, 9 ലക്ഷത്തിനാണ്, ഇത് 8 ഉള്ളൂ, 1 ലക്ഷം രൂപ ഞങ്ങൾ മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഹലോ, പക്ഷേ സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. എല്ലാവരും ഇവിടെയാണോ? ഈ പൈസ മാറ്റി വെച്ചല്ല വിഷയം, മാറ്റി വെച്ചെന്നുള്ളത് മറച്ചു വെച്ചോണ്ടൊരു വ്യാജം പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ വസ്തു വിറ്റ പൈസ അവർ മാറ്റി വെച്ചു, ഇപ്പോൾ ആർക്കെന്നെ പ്രശ്നം? പക്ഷെ ആ കാര്യം ചോദിച്ചു പത്രോസ്, ഇത്രയ്ക്കോ വസ്തു വിറ്റത്? നമ്മുടെയൊക്കെ പാസ്റ്റർമാരാണ് നമ്മളോട് ചോദിക്കത്തില്ലേ, നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ ഫ്ലാറ്റ് വിറ്റു, അതെന്നാ ഞങ്ങൾ എറണാകുളം നാട്ടിൽ തന്നെ തിരിച്ചു പോകാനാണ് പദ്ധതി, പാസ്റ്റർ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പം ന്യായമായിട്ട് എത്ര എണ്ണ വിറ്റ്? സ്വാഭാവികമായിട്ട് ചോദിക്കത്തില്ലേ, എന്നെ വിലയ്ക്കാ വിറ്റത്? അപ്പോൾ നമ്മൾ ഒരുമാതിരിപ്പെട്ടൊന്നും എന്ത് ചെയ്തില്ല, പറയത്തില്ല. നമ്മുടെ അതേ സ്വഭാവമായിരുന്നു അനന്യാസിനും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് നമുക്ക്, അതുപോലെ അനന്യാസും നമുക്ക്. മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആളുകളൊക്കെ ഒരു രീതിയെ, പക്ഷേ മോനെ ന്യൂസിലൻഡിൻ്റെ വിസ കിട്ടി, പക്ഷേ പാഷ ആരോടും പറയണ്ട, ഞായറാഴ്ച അവൻ പറയും, എന്നിട്ട് തിങ്കളാഴ്ച അവനെ പോകുന്ന. എന്നേരം എല്ലാവരും എടാ ന്യൂസിലൻഡിൻ്റെ വിസ കിട്ടിയെങ്കിൽ പിന്നെ തടയാൻ ആരെ കൊണ്ട് നോക്കുമോ? വിസയും കിട്ടി, ടിക്കറ്റും കിട്ടി, തിങ്കളാഴ്ച പോവാം. അതിപ്പോൾ ഒരു വിശ്വാസി അറിഞ്ഞാൽ സ്വതന്ത്രം ചെയ്തല്ലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആളുടെ പേടി ഇനി ആരിലും അറിഞ്ഞിട്ട് ഇത് നടക്കാതെ വന്നെങ്കിലോ എന്നുള്ള പേടിയിൽ, അന്ന് ഇനിയും കൊച്ചി എയർപോർട്ടിൽ വെള്ളം കയറി റൺവേ എല്ലാം അടഞ്ഞു പോയെങ്കിലോ എന്നുള്ള ചിന്തയിൽ ഇത് പറയണ്ടെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭയങ്കര വിശ്വാസിയാണല്ലോ, നമ്മുടെ കൂട്ടുവിശ്വാസിയെ പോലും നമുക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ചിലരാണ് പറയാം, അമ്മാമ്മയോട് പോലും ഞാൻ പാസ്റ്ററോട് പറഞ്ഞതേ ഉള്ളൂ, കാരണം അമ്മാമ്മ LM-ൻ്റെ മീറ്റിങ്ങിന് പോലെ ഈ കാര്യം ഇനി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വ്യാജം ഇല്ലാത്തവർ. നമ്മൾ 15-ാം സങ്കീർത്തനം ഇടയ്ക്കിടയ്ക്ക് വായിക്കണേ. വായിക്കാറുണ്ടോ? കൊച്ചു സംഘത്തിനാണെങ്കിലും നല്ല സംഘത്തിന് 9 ചോദ്യങ്ങളാണ്. സ്തോത്രം. 1-ാമത്തെ ചോദ്യം, യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? അടുത്ത വാക്യം പാറ. സങ്കീർത്തനം അറിയത്തില്ല, പിന്നെ ഞാൻ എന്തു എടുത്ത് വായിച്ചേ. യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും എങ്ങനെ സത്യം പറയണം? ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. കള്ളം പറയാത്തവരെല്ലാം ഒരു സ്തോത്രം പറഞ്ഞേ. ലൈവാ അല്ലേ മോനെ? എനിക്ക് ഇത്രയൊക്കെ പറയാൻ ചോദിക്കാനൊക്കത്തുള്ളൂ, ലൈവായത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് പകൽ അനുഗ്രഹം പ്രാപിക്കാൻ വന്നേക്കല്ലേ? നിങ്ങളെല്ലാവരും കൈ പൊക്കാഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം സംബന്ധിച്ച് ഞങ്ങൾ എന്തോ ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് നിങ്ങൾ ആരോടാ വ്യാജം കാണിക്കുന്നത്? പാറ. ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നാ താടി വീണ് ചാകാത്തെന്ന് ചോദിച്ചാൽ ഇന്ന് ആത്മാവല്ല സഭ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രയെല്ലാം കാണിച്ചിട്ട് നമ്മൾ വന്നിട്ട് ചാകുന്നില്ലോ ആരും. അന്നത്തെ സഭയുടെ ആ സിസ്റ്റമൊക്കെ പഠിച്ചോണം കേട്ടോ, ഭയങ്കര സിസ്റ്റമാണ്. ഈ കുഴിച്ചിടം തന്നെ ആൾ വെളിയിൽ നിൽക്കുക, വീണ് കിട്ടിയാൽ മതി, അന്നേരം കൊണ്ട് ചെയ്യുക. അനുശോചന യോഗമില്ലായിരുന്നു. ഇന്നാണ് അനുശോചനം പറഞ്ഞ് നിൽക്കുന്നതെല്ലാം തലയിറങ്ങി വീണാലും അനുശോചനം നിർത്തത്തില്ലല്ലോ. പത്രത്തിൽ കിടക്കുന്നത് രാവിലെ 9 മണിക്ക് വീട്ടിൽ ബോഡി കൊണ്ടുവരും, 11:30 ആകുമ്പം അടക്കുമെന്നാണ്. പക്ഷെ 1:30 ആയാലും ബോഡി എടുക്കത്തില്ല, കാരണം അനുശോചനമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം അപ്പച്ചൻ്റെ മുന്നിൽ അമ്മച്ചി ഇങ്ങനെ മരിച്ചു കിടക്കുക. അപ്പം വരുന്നവരല്ല, ഈ അപ്പച്ചനെ അമ്മച്ചിയെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷേ നേതാക്കന്മാരെല്ലാം വരണമല്ലോ, 10 കാശൊക്കെ തന്ന് കോള് പണിയാനൊക്കെ പൈസ ആരും അല്ല 2 സ്ഥലത്തൊന്നൊക്കെ നമ്മൾ വരണമല്ലോ. വന്നവരെല്ലാം പറഞ്ഞു അമ്മച്ചിയുടെ വേർപാടിനെ കുറിച്ച് അപ്പച്ചനെ സമയം നികത്താനാവാത്ത വലിയ വിടവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ ഈ പാസ്റ്ററൊക്കെ വിളിച്ച് ചോദിച്ചു, പാസ്റ്റർക്ക് ഇവിടെ അറിയാമോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കണ്ടതാ. ഓക്കെ, അല്ല ഞാൻ പാസ്റ്ററുടെ സംസാരം കേട്ടപ്പോൾ നേരത്തെ പരിചയമുള്ള എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പാസ്റ്റർ കൃപയാൽ അവൾ സ്വസ്ഥമായി, ഞാനും സ്വസ്ഥമായെന്ന് പറഞ്ഞു. ഹലോ, അപ്പച്ചൻ പറഞ്ഞ കൃപയാൽ അവളും ഞാനും. കാര്യം പിടികിട്ടിയല്ലോ. അനുഭവിച്ചവർക്കല്ല വിവരം അറിയത്തുള്ളൂ. അപ്പം ഈ പുള്ളി ഭയങ്കര അനുശോചനമാണ്, മനസ്സിലാകുന്നില്ലേ? പക്ഷെ അനന്യാസ് മരിച്ചപ്പോൾ ആരെ കൊണ്ടും അനുശോചനം
അവർ കൊണ്ട് കുഴിച്ചിട്ടെന്ന് എഴുതിയേക്കുന്നത് ആണോ? ഒന്ന് വായിച്ചേ. അടക്കുമല്ലായിരുന്നേ, കുഴിച്ചിടുമായിരുന്നു. സ്തേഫാനോസ് മരിച്ചു, വിശുദ്ധന്മാർ കൊണ്ടുപോയി വിശുദ്ധന്മാർക്ക് യോഗ്യമായിട്ട് അവനെ അടക്കി. സ്തേഫാനോസ് മരിച്ചാൽ അടക്കണം, ഇവൻ മരിച്ചാൽ കുടിച്ചിടണം. രണ്ട് സംഭവമാണ്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസലോ. ആത്മാവിനോട് വ്യാജം കാണിച്ചവൻ ഏത് കാശുകാരനാണെങ്കിലും അവനെ കുഴിച്ചിടുകയേ ചെയ്യാവുള്ളൂ, അനുശോചനം പറയാൻ നിൽക്കല്ലേ. ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ ഇവൻ എഴുന്നേറ്റ് വരും, വരത്തില്ല. ഹലോ. അപ്പം ചുമ്മാ അവിടെയും പോയി അനുശോചനം പറയല്ലേ. പ്രിയ സഹോദര, പോയി വിശ്രമിച്ചോ, കാലാവസാനത്തെങ്കിൽ ഓഹരി പ്രാപിപ്പ് എഴുന്നേറ്റുമ്പോൾ ഞാനും കാണും. ഇവൻ അവിടെ കാണുമോ? നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ചിരിച്ചു തള്ളല്ലേ. ആത്മാവിനോട് വ്യാജം കാണിച്ചവനെ കുഴിച്ചിടണം. പ്രൈസ് ദി ലോർഡ്. അമ്മാമ്മയെ അറിയിച്ചോ? ബോഡി മോർച്ചറി സൂക്ഷിക്കുമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. അമ്മാമ്മ വന്നപ്പോൾ അടക്കം കഴിഞ്ഞ ആൾ വന്നു. കാരണം അവർക്കറിയാം അടുത്ത പ്രോഗ്രാം ഈ ആംബുലൻസുകാരുടെ കൂട്ടാണ്. ഒരു ബോഡി കൊണ്ടുപോയി വീട്ടിൽ എത്തി, രണ്ടാമത്തെ ബോഡി കൊണ്ടുവന്ന് ആംബുലൻസ് വരുന്നതിൻ്റെ കൂട്ട് ഇവന്മാർ അടക്കിയിട്ട് ഓടി വന്നു. കാരണം ഈ അമ്മാമ്മയെ അടക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ എഴുതിയേക്കുന്നേ. വായിച്ചേ. അവന്റെ ഭാര്യയെ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ന്. അവിടെ വിഷയം. ഇവർ തമ്മിൽ ഒത്തായിരുന്നു. ആര് തമ്മിൽ? അച്ഛാൻ എന്തോ പറയുന്നു അതുപോലെ ഞാനും പറഞ്ഞോളാം, ഞാൻ പറയുന്നതേ അമ്മാമ്മയും പറയാമെന്ന്. ഇവർ തമ്മിൽ എന്തായിരുന്നു? ഒത്തേച്ച് വന്നിരിക്കുന്നത്. നമ്മുടെ ആരുടെയും കാര്യമല്ല. ഞാൻ യെരുശലേമിലെ സഭയെക്കുറിച്ച് പറയുക, 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച്. ആത്മാവിൻ്റെ അടുക്കൽ വ്യാജം കാണിച്ച അച്ഛാനും ചത്തു, അമ്മാമ്മയും ചത്തു. അച്ഛാനെ കുഴിച്ചിട്ടോട് തന്നെ അമ്മാമ്മയും കുഴിച്ചിട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കവിടെ നിങ്ങളെല്ലാം ഒത്തിരി ചിന്തകളിലായെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. നമുക്ക് അടുത്തൊരു ഭാഗം കൂടെ ചിന്തിക്കണം അത്യാവശ്യമായിട്ട്. സ്തോത്രം. 9-ാം അധ്യായം വേഗം എടുത്ത ദേവദാസനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അതിൻ്റെ 19 വായിച്ചു. 8-ാം അധ്യായം 19 മുതൽ. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരേണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അടുത്ത വാക്യം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. അടുത്ത വാക്യം. ഈ വഷളത്തം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക്. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അടുത്ത വാക്യം. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അതിന് ശീമോൻ നിങ്ങൾ പറഞ്ഞു ഒന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ചു പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട്. ഈ ആളിനെ മനസ്സിലായോ? ശീമോൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ മഹതി എന്ന ഒരു ആളിൻ്റെ ശക്തി കൊണ്ട് അത്ഭുതങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മഗതി എന്ന ആളിൻ്റെ ശക്തി കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവന് നോക്കി നിൽക്കുമ്പോൾ പത്രോസിൻ്റെ ശുശ്രൂഷയെ ഭയങ്കര വിടുതൽ. പുള്ളിയും രക്ഷിക്കപ്പെട്ട് ആരുടെ കൂടെ ചേർന്നു? പത്രോസിൻ്റെ കൂടെ ചേർന്ന് പത്രോസ് ഇങ്ങനെ കൈവച്ചപ്പോൾ ആളുകൾ ആത്മാവിലാകുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറയുന്നു. അതെല്ലാം കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു, ഞാനും കൈവെക്കുമ്പോൾ ഇതുപോലെ സംഭവിക്കണം. സ്തോത്രം. അതിന് വേണ്ട ആരുടെയും പൈസ കൊടുത്തു? പത്രോസിൻ്റെ കയ്യിൽ കൈക്കൂലി കൊടുത്തു. പരിശുദ്ധാത്മാവിനെ മേടിക്കാൻ എന്നെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാശ് കൊടുത്ത് പ്രസിഡൻ്റ് ആകുന്നവരുണ്ട്, സൂപ്രണ്ട് ആകുന്നവരുണ്ട്, ഓവർസർ ആകുന്നവരുണ്ട്. പക്ഷെ അന്ന് ഇതൊന്നും നടക്കത്തില്ല. അന്ന് ആത്മാവുള്ളവനെ ആകാനൊക്കത്തുള്ളായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ?
പ്രൈസലോ. അപ്പൊ പത്രോസ് പറഞ്ഞു, നിന്റെ പണം നിന്നോടുകൂടെ, നീ കയ്പുള്ള പകയിലും പിന്നെ അനീതിയുടെ വായിച്ച വാക്യം. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. ഇവർ ബന്ധനത്തിലായിരിക്കുക, അനീതിയുടെ ബന്ധനത്തിലും കയ്പുള്ള പകയിലുമായിരിക്കുകയാണ്. അവൻ എന്നെ പ്രാപിക്കാൻ വന്നേക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വന്നിരിക്കുക. അങ്ങനെയുള്ള ഹൃദയശുദ്ധി ഇല്ലാത്തവർ കിട്ടുന്നതാണോ പരിശുദ്ധാത്മാവ്? ഈ ആത്മാവിൻ്റെ പേര് തന്നെ എന്തുവാ? പരിശുദ്ധ. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധ ആത്മാവിനെ. അതുകൊണ്ടാണ് ഒരിക്കൽ ചെറിയ ഒരു വിഷയത്തിൽ തുടങ്ങി വലിയ വിഷയത്തിൽ അവസാനിച്ചു ദാവീദ്. പുള്ളിക്കാരൻ ചുമ്മാ ടെറസേ കൂടെ നടന്നെന്നുള്ളതേ ഉള്ളൂ. ഈ മേളത്തെ ബാൽഗണി കൂടെ എന്ത് ചെയ്തു? നമുക്കിപ്പോൾ 3 സൈഡിലും ബാൽഗണി ഉണ്ടല്ലോ, സ്തോത്രം. 3 സൈഡിലെ കാര്യങ്ങൾ കാണാൻ. അപ്പോൾ പുള്ളി ഒരു സൈഡിലെ ബാൽഗണി പോയപ്പോൾ തോട്ട് കടവിലോട്ടുള്ള ഹലോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ മേടിക്കുകയാണെങ്കിലും വെള്ളത്തിൻ്റെ ഒരു കാഴ്ചയുള്ള സ്ഥലം കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ, പക്ഷേ മരടിലെ പൊളിച്ചു പോലെ പൊളിക്കുമെന്ന് നമ്മളറിയുന്നില്ലല്ലോ. എന്നാലും നമ്മളുള്ള പൈസയ്ക്ക് അതൊക്കെ മേടിച്ച് കൂട്ടി ഒരല്ലേ പറഞ്ഞേരെ, പ്രൈസലോ. അപ്പോൾ അമ്മ ദാവീദും പണിതപ്പോൾ ഒരു സൈഡിൽ എന്തുകൊണ്ടായിരുന്നു? ബാൽഗണി വെള്ളമുണ്ട്. അപ്പം വെള്ളത്തിന് അവിടെ വന്നപ്പം പുള്ളി കണ്ടു, പുള്ളി ഇഷ്ടപ്പെട്ടു, കൊണ്ടുപോയി. ഒടുവിൽ ആ പുള്ളിക്കാരനെ പുള്ളി നോക്കി എന്തൊരു കടുങ്കയാണ്, ഊരിയാവിനെ കത്ത് കൊടുത്തു വിട്ട് കൊല്ലിപ്പിച്ചു. അപ്പം പുള്ളി കൊല ചെയ്തു, വ്യഭിചാരം ചെയ്തു എന്ന് വേണ്ട എല്ലാം കഴിഞ്ഞും വെച്ച് പുള്ളി വന്നിട്ട് പുള്ളി ഭയങ്കര വീണയൊക്കെ എടുത്ത് സ്റ്റേജിൽ കയറി, യഹോവേ എൻ്റെ ഇടയനാകുന്നു എനിക്ക്. അപ്പോൾ ഇവൻ ശരിയാകത്തില്ലെന്ന് ആർക്ക് മനസ്സിലായി? അതിന് ദൈവം നാഥാനെ വരുത്തി. ആരെ വരുത്തി? ഒരുമാതിരി ഗുണപ്പെട്ടില്ല നല്ല ആണുങ്ങൾ, കൃപാവരമുള്ള പ്രവാചകനെ വരുത്തും. വരുത്തിട്ട് പുള്ളി മുഖത്ത് നോക്കി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് പറഞ്ഞു. അന്ന് പുള്ളി കാര്യം നേരത്തെ ഇതൊക്കെ സംബന്ധിച്ച് ഏറ്റു പറഞ്ഞാൽ മതി, പക്ഷെ പുള്ളി ഏറ്റു പറഞ്ഞില്ല. എന്നാൽ ലംഘനങ്ങളെ മറച്ചു വെച്ചു. മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് നല്ല അല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവൻ ആ ദൂതിന് മുമ്പിൽ ഏറ്റു പറഞ്ഞു കേട്ടോ. അല്ലേലൂയ. ഈ മെസ്സേജ് എല്ലാം പറയുമ്പോൾ ഏറ്റു പറഞ്ഞോണം കേട്ടോ. ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതൊക്കെ ആത്മാവ് വെളിപ്പെടുത്തിയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നിന്നെ ദുഃഖിപ്പിച്ചതൊക്കെ ഇന്ന് പകൽക്കാലം ഞാൻ ഏറ്റു പറയുകയാണ്. അല്ലേലൂയ. എത്ര പേര് സന്തോഷത്തോടെ ഒരു നിമിഷം ദൈവസന്നിധി കരയാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. അവൻ പറഞ്ഞ നിന്നോട് തന്നെ പാപം ചെയ്തു, നിന്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുത്തു കളയരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്ഥിരമായ ഒരു ആത്മാവിനെ എങ്കിൽ തരണമേ. ഞാൻ മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ പ്രാപിപ്പാൻ ഇന്ന് രാവിലെ എത്ര പേര് കൊതിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കല്ലേ. പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഒന്നും മറച്ചു വെക്കരുത്. നീ ആരുടെ അടിയിൽ പോയി കിടക്ക വിരിച്ചാൽ അവൻ്റെ കണ്ണവിടെയുണ്ട്. നീ ആകാശത്തിൽ കിളിക്കൂട് വെച്ചാൽ അവൻ്റെ കണ്ണവിടെയുണ്ട്. നീ പർവ്വത മുകളിൽ പോയി പാർത്താൽ അവൻ്റെ കണ്ണവിടെയുണ്ട്. അവൻ്റെ കണ്ണിനെ മറച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മറയ്ക്കാതെ ആത്മാവിനോടൊന്ന് സാധാരണ പുലർത്തിക്കൊണ്ട് ഒന്ന് കരയാൻ, ഒന്ന് ഏറ്റുപറയാൻ, ഒന്ന് സമർപ്പിക്കാൻ നീ തയ്യാറായാൽ ഏൽപ്പിച്ചു കൊടുത്തോന്നെ. ഇന്ന് പകൽ എന്നോട് ദൈവാത്മ പറയുന്നു, ചിലരെ അഗ്നികോളം പോലെയുള്ള ഒരു അഭിഷേകം ദൈവം പകരാൻ പോകുകയാണ്. നീ ഇങ്ങോട്ട് വന്നതുപോലെയല്ല. ഇന്ന് രാവിലെ കാല കോട്ടകളെ ഇടിപ്പാൻ ഉൾനട്ട ദൈവശക്തി, ചില മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവശക്തി, ഇല്ലാത്ത ചിലതിനെ ഉത്ഭവിപ്പിക്കുന്ന ദൈവശക്തി, ചില ശൂന്യതകളെ ആഴത്തിൽ നിന്ന് പൊക്കിയ ദൈവശക്തി നിന്റെ മൺകൂടാരത്തിന്മേൽ ഇന്ന് ദൈവാത്മാവ് പകരാൻ പോകുക. ഏറ്റെടുക്കുന്നവർ ശക്തിയോടെ പണ്ട് സഭയിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? 6-ാം അധ്യായം വായിച്ച 6-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി 3-ാം വാക്യം വായിച്ചു. ശുശ്രൂഷ ചെയ്യുന്നത് ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ആരെ എടുക്കണ്ടേ? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഒരല്ലേ പറഞ്ഞു.
പണ്ട് സഭയ്ക്കകത്ത് കയറുന്നവരുടെ യോഗ്യത ഒന്ന് ആത്മാവുള്ളവരാണ്, ജ്ഞാനമുള്ളവരാണ്, നല്ല സാക്ഷ്യമുള്ളവരാണ്. ജ്ഞാനവും പരിജ്ഞാനവും രണ്ടാണ്. സ്തോത്രം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് ലഭിച്ച അറിവാണ്, അല്ലേ? നമ്മുടെ കൊച്ചിനെ ബാംഗ്ലൂരിൽ വിട്ടു, അവളെ BSc നേഴ്സിംഗ് പാസ്സായി, ഫസ്റ്റ് ക്ലാസ് എന്ത് ചെയ്തു, പാസ്സായി, നാട്ടിൽ വന്നു. അവൾക്ക് എന്ത് കിട്ടി? നല്ല അറിവ് കിട്ടി. ഏതിനകത്ത്? നേഴ്സിങ്ങിനകത്ത് നല്ല അറിവ് കിട്ടി. അപ്പോൾ അവളോട് ഡോക്ടർ പറഞ്ഞു, മോളെ, ഒരാളെ പാമ്പ് കടിച്ചാൽ നീ ആ പാമ്പ് കടിച്ചെടുത്തുനിന്ന് ഒരു ചാണം മേളിൽ ഒരു നല്ല കെട്ടിയിട്ട് പ്രാഥമിക ശുശ്രൂഷയ്ക്കായിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് കൊച്ചറിവ് പ്രാപിച്ച് വീട്ടിൽ വന്നു, ജ്ഞാനം പ്രാപിച്ച് വീട്ടിൽ വന്നപ്പോൾ കൊച്ചിൻ്റെ അച്ചായനെ കുരുമുളക് പറിക്കാനായിട്ട് ഏണി വെച്ചുകൊണ്ട് കൊടിയെ കയറിയപ്പോൾ കൊടിയുടെ പകുതി ചെന്നപ്പം കൊടിക്കടയിൽ ഒരു പാമ്പ് നെഞ്ചത്ത് കൊത്തി. കൊച്ചെടുത്ത പഠിച്ചേക്കുന്നേ ഒരു ചാണ് പാമ്പ് കൊത്തിയെടുത്ത് വന്ന് ഒരു ചാണ് മേളിലോട്ട് വെച്ച് കയറുകൊണ്ട് ചെയ്യണം. കെട്ടിയാൽ അപ്പൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അവിടെ ജ്ഞാനം മതിയോ? പോരാ, പരിജ്ഞാനം വേണം. മനസ്സിലാകുന്നുണ്ടല്ലോ? കാര്യം പിടി കിട്ടിയല്ലോ. ഒരല്ലേ പറഞ്ഞേ? അപ്പം ജ്ഞാനമല്ല പരിജ്ഞാനം. കാലേ കടിക്കുവാണെങ്കിൽ അത് ചെയ്താൽ ശരിയാ, നെഞ്ചത്താ കൊത്തിയെങ്കിലോ? മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ആരും കരുത്തെ കുരുക്കിട്ടേക്കല്ലേ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം നല്ല ജ്ഞാനവും നല്ല ദൈവാത്മാവുമുള്ള സാക്ഷ്യമുള്ള 7 പേരെ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. എവിടെ ജോലി ചെയ്യാനെന്നറിയാമോ? കാൻറ്റീനിൽ പണിയാൻ. അന്നത്തെ സഭയുടെ കാൻറ്റീനിൽ നിൽക്കുന്നവൻ ആത്മാവുള്ളവനായിരുന്നു. നമുക്ക് വല്ലതും മനസ്സിലായോ? എന്തോ സഭയല്ലേ, സഭയുടെ മെസ് ഹോളിൽ നിൽക്കുന്നവൻ എന്നാൽ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ പോലും ഇവൻ്റെ ഹൃദയത്തിൽ വേറൊരു ചിന്ത വരല്ലേ. മനസ്സിലാകുന്നുണ്ടോ? സഭ എന്നാന്ന് മനസ്സിലാകുന്നുണ്ടോ? സഭയുടെ നടത്തിപ്പുകാരനാരാന്ന് മനസ്സിലായോ? സഭയ്ക്കകത്ത് ആരാധിക്കുന്നവനാരാന്ന് മനസ്സിലായോ? ഇന്ന് രാവിലെ എത്ര പേര് കൊതിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അന്ത്യകാലത്ത് നീ സകല ജഡത്തിൻ്റെ മേലും നിന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞെങ്കിൽ ആ ദിവ്യമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലൊന്ന് പകർന്ന് നിന്റെ ഹിതപ്രകാരം എന്നെ ഒന്ന് പണിയാൻ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ആരാധിച്ച് ആത്മാവിൽ നിറഞ്ഞ ഒരു വിശുദ്ധ ആത്മാവിന്റെ ആഴമായ നിയോഗത്തിനായി. ശ്രദ്ധിച്ചേ, പത്രോസ് എന്നൊരു കാര്യം പറഞ്ഞാൽ ജനമെല്ലാം എന്ത് ചെയ്യുമായിരുന്നത്? ഏറ്റെടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു, പത്രോസ് പറഞ്ഞു, അതിപ്പം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും ഉറ്റിരിക്കും. വേറൊരു പരിപാടിക്ക് ഞങ്ങളെ അതിന് വേറെ 7 പേരെ ആത്മാവുള്ള എന്ത് ചെയ്യണം? ഇതെല്ലാം ജനം മൊത്തം എത്ര പേരുണ്ട് അന്നേരം സഭയിൽ? 1-ാം അധ്യായത്തിൽ 120, 2-ാം അധ്യായത്തിൽ 3120, 3-ാം അധ്യായത്തിൽ ഈ മുടന്ന സഭയ്ക്കായപ്പോൾ അത് 5000 ആയി. അപ്പോൾ ഇപ്പോൾ 6-ാം അധ്യായപ്പം 10-15,000 പേരായി. പുരോഹിതന്മാരിലും ചിലരെന്ത് ചെയ്തു? രക്ഷിക്കപ്പെടും. അപ്പോൾ വലിയ സഭയാണ്. ഈ വലിയ സഭയുടെ മുഴുവൻ നിയന്ത്രണവും ആരുടെ കയ്യിലാണ്? പത്രോസ്. അങ്ങനെയാണ് ദൈവദാസൻ്റെ വാക്ക് എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ ദൈവദാസനെ മാനിക്കാറുണ്ടോ? നിങ്ങളുടെ ദൈവദാസന്മാരെ മാനിക്കാറുണ്ടോ? അതോ ഇവർക്ക് ഈ എണ്ണപ്പെട്ട കുപ്പായം ഒന്നും ഇല്ലാത്തതുകൊണ്ടും തലയിൽ വേറെ തുണിയില്ലാത്തതുകൊണ്ടൊക്കെ ഒരു ബഹുമാന കുറവുണ്ടോ? എല്ലാവരും എൻ്റെ കൂടെ ആണേ? കുഴപ്പമില്ല, ഇതൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, പത്രോസ് മുക്കുവനാ. പക്ഷേ 10-15,000 പേര് സഭയുടെ മുഴുവൻ ഒറ്റ വാക്കേ ഉള്ളൂ. അത് 7 പേരെ ആത്മാവുള്ളവർ തിരഞ്ഞെടുത്തു. ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ജനം അത് കേട്ടിച്ച് പോവുക. മനസ്സിലാകുന്നുണ്ടോ? അന്നത്തെ സഭയുടെ മുഴുവൻ നിയന്ത്രണത്തിന് ആത്മാവുള്ള ഒരുത്തനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഹലോ, ഹല്ലേലൂയ, നല്ല ഹല്ലേലൂയ കൈ ഉയർത്തി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെയാണ് ദൈവദാസന്മാരെ നിങ്ങൾ ആദരിക്കണം. നിങ്ങളായിരിക്കുന്ന സഭ ഏതാണെന്ന് നിങ്ങൾ അറിയണം. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള സഭയാണ്. എല്ലാവരും ആത്മാവിനെ എന്ത് ചെയ്യണം? ഒരുപോലെ പ്രാപിക്കണം. പണ്ടൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ട് വരുന്ന കാലത്തെ സമയമായോ മനെ? ഇല്ല. നിങ്ങൾ ബോർഡടിച്ചോ? ഇല്ല. ഓക്കെ. അതിലൊരു വയസ്സം പ്രസംഗിക്കുന്നുണ്ടെന്നൊരു ചിന്ത വരുന്നുണ്ടോ? ഇല്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ശ്രദ്ധിച്ചേ. ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട് വന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ കൊച്ചു സംവിധാനങ്ങളാണ് കേട്ടോ. അവിടെ ഹോളിനകത്ത് 2 കമ്പി ഞാൻ കിടപ്പുണ്ട്. 2 കമ്പി. ഒന്ന് പെട്രോമാശ് തൂക്കിയിടാനാ, ഒന്ന് തമ്പേർ തൂക്കിയിടാനാ. നിലത്ത് വെച്ചാൽ ഈ തണുപ്പടിക്കും. മറ്റേ പെട്രോമാശ് തുരുമ്പ് പിടിക്കും. കാരണം തറയെല്ലാം ഇതുപോലെ വാർപ്പൊന്നുമല്ല. അപ്പോൾ അത് തറയെ വെക്കാം. അത് 2 കമ്പി അച്ഛനൊക്കെ ഓർമ്മയുണ്ടോ? പഴയ കമ്പിയെ തൂക്കിയിടുന്ന.
അപ്പോൾ യോഗത്തിന് പോകുമ്പോൾ ഒരാൾ തലയെക്കെട്ട് കെട്ടി പെട്രോൾ മാഷ് തലയെ വെച്ചുകൊണ്ടാണ് പോകുന്നത് യോഗത്തിന്. സ്തോത്രം. ഒരുത്തൻ്റെ പണിയാണ് ഇതിനെന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കാറ്റടിച്ചു കൊടുക്കുക. അല്ലെ ഇടയ്ക്കിടയ്ക്ക് തീ പാളിയെ പന്തലിന് എന്ത് ചെയ്യും, തീ പിടിക്കും. അതുകൊണ്ട് ഇത് കാറ്റടിച്ചു. ഇപ്പോൾ പെട്രോൾ മാഷ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഓക്കെ നമ്മളൊത്തിരി പുരോഗമിച്ചു, ആത്മീയമായിട്ടല്ല, അല്ലാതെ. ഓക്കെ അപ്പോൾ ഈ പെട്രോൾ മാഷൊക്കെ ആയിട്ട് പോകുന്ന കാലത്ത് ഈ തമ്പേർ പൊട്ടിയാൽ മേടിക്കാൻ പൈസ ഇല്ല. നമുക്കിപ്പോൾ ഒരു ഓർഗൻ പോയാൽ വേറെ ഇതിനെക്കാട്ടി കൂടിയ സാധനം അടുത്ത ദിവസം എന്ത് ചെയ്യും വരും. നമുക്കത് ഇവിടെ ഇല്ല, അമേരിക്കനോ പേർച്ചെന്നോ സാധനം ഇവിടെ എന്ത് ചെയ്യും വരും, കൊണ്ടുവരും. അതിന് ആളുണ്ട്. ഇപ്പം പണ്ട് തമ്പേറിന് തോല് മാറാനില്ല. അന്ന് പിന്നെ യഥാർത്ഥ ആടിൻ്റെ തോലായിരുന്നു കേട്ടോ. ഇന്നത്തെ കൂട്ട് ഫൈബറല്ല. ഇന്നത്തെ ആരാധനയും ഫൈബറായി, തമ്പേറിൻ്റെ സിസ്റ്റം എന്തായി, ഫൈബറായി, കഴിക്കുന്ന പാത്രം ഡിസ്പോസബിളായി, കേൾക്കുന്ന മെസ്സേജും ഡിസ്പോസബിളായി. 1 മണിക്കൂർ കഴിഞ്ഞ് എന്നാ പ്രസംഗം ചെയ്തോ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒരാളല്ലേ പറഞ്ഞ്. ഇപ്പം എല്ലാം നമുക്ക് ഡിസ്പോസബിൾ സിസ്റ്റം. അവിടെ ഞാൻ നിൽക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ അന്ന് ഈ തമ്പേർ പൊട്ടിയാ ചെയ്യുന്നത്, റബ്ബർ വെട്ടുന്ന ആ റബ്ബറിൻ്റെ പാലിനകത്തോട്ട് തുണി മുക്കിയിട്ട് ക്രോസായിട്ട് എന്ത് ചെയ്യും, ഒട്ടിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു അപായം പോലെ, ഇങ്ങനെ നമ്മുടെ ഈ ആംബുലൻസിൽ ഒട്ടിച്ച പോലെ ഇടയ്ക്കുമ്പോഴേക്കും എല്ലാം ഒട്ടിച്ചേക്കുക. എന്നാലും അത് കൊട്ടുമ്പോൾ പിശാച് ഇളകുമായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ വെച്ച് കൊട്ടിയാലും എന്തും ഇളകുന്നില്ല. പിശാചായിട്ട് തന്നെ എന്ത് ചെയ്യുക, തിരിച്ചു. ഒരല്ലേ പറഞ്ഞേ, അന്ന് ഭൂതമൊക്കെ ഇളകുന്നു. തമ്പേറെ കൊട്ടിക്കഴിയുമ്പോൾ ഭൂതം ഇളകും. അന്ന് ഉപദേശിലേക്ക് ഒരു ചെറിയ സാധനമുണ്ട്, ഇങ്ങനെ ബോൾ പോലെ ഇരിക്കും, ചിരട്ട പോലെ. അതിനകത്ത് കുറേ മുത്ത, അതിങ്ങോട്ട് കറക്കുമ്പോൾ തന്നെ ഭൂതമൊക്കെ തന്നെ എന്ത് ചെയ്യും, ഞെളിപരി കൊള്ളുമായിരുന്നു. കാരണം ഈ സാധനത്തിൻ്റെ അല്ല, സൂക്ഷിക്കുന്ന ആൾ ആത്മാവിലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മുടെ സഭ ആ നിലയിലേക്ക് തിരിച്ചു വരണം. എന്ന് പറഞ്ഞാൽ പഴയ തമ്പാർ മേടിക്കാനല്ല ഞാൻ പറഞ്ഞത്, ആത്മാവ് തന്നെ സഭ എന്ത് ചെയ്യണം. അപ്പം ഭൂതങ്ങൾ അലറിയോടും, ബന്ധനങ്ങൾ അടിയും, രോഗി സൗഖ്യമാകും, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഒക്കെ സഭയ്ക്കകത്ത് നടക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആത്മാവ് തന്നെ സഭയുടെ മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പം അന്ന് കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. എന്നെ ഉണ്ടായിരുന്നു. ഇന്നെല്ലാം മാറി ബ്ലസ് എറണാകുളം, ഫയർ എറണാകുളം, ഇങ്ങനെയൊക്കെയല്ലേ. ഒരു ഫയറും ഇല്ലതാനും. എന്നാലും പേരെന്തുവാ, ഫ്ലെക്സുകാരൻ്റെ പൈസയാണ്. പിന്നെ 40-40 പേരുടെ പടമെല്ലാം കൂടെ വെച്ച് ആകെ ഒരു പരുവത്തിലാക്കി. അതിനകത്ത് യേശുവിൻ്റെ പടമില്ലെന്നുള്ളൂ, ബാക്കി എല്ലാ പടവും കൊണ്ടുവരും. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, കാത്തിരിപ്പിയോ എന്താ യോഗമാണ്? കാത്തിരിപ്പിയോ. ഇതുപോലെ കസാരയൊന്നുമില്ല കേട്ടോ, കാർപ്പറ്റും ഇല്ല. പായ ഉണ്ടെന്ന് പറയാം, ഉള്ള പായ തലപ്പായൊക്കെ കീറിയതൊക്കെയാണ്. പക്ഷേ അതിൽ വന്ന് എല്ലാവരും മുട്ടലായിരിക്കുന്നത്. എങ്ങനെയാ? അന്ന് 80 വയസ്സുള്ള അമ്മച്ചിക്കും കാലിന് വേദനയില്ലായിരുന്നു. കൊളസ്ട്രോളില്ല, പ്രഷറില്ല, ഷുഗറില്ല. കാരണം അരകല്ലയിൽ അരയ്ക്കുമായിരുന്നു, ഓറലിൽ ഇടിക്കുമായിരുന്നു. അന്ന് മിക്സിയില്ല, ഇടിക്കല്ലാതെ വേറെ മാർക്കില്ല. നെല്ല് കൊത്തുമായിരുന്നു, അരി ഇടിക്കുമായിരുന്നു, ഉഴുന്നും അരിയും കൂടെ വെച്ച് ആട്ടുമായിരുന്നു. ഭയങ്കര എക്സസൈസായിരുന്നു. ഇന്നിപ്പം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എന്തോ അതിന് പറയുന്നത്, മോദിയുടെ പരിപാടി എന്തോ പറ. സ്കൂളിലല്ലേ ഇപ്പോൾ ഇല്ലേ യോഗ? അത് നിങ്ങളെന്നെ പറയാൻ പഠിക്കുന്നത്. ചർച്ചകളിലും തുടങ്ങിയെന്നൊക്കെ എൻ്റെ അറിവ്, എനിക്കറിയത്തില്ല. ഞങ്ങളുടെ റാന്നിയിലോട്ടായിട്ടില്ല, കാരണം എറണാകുളം പോലൊന്നും വികസിച്ചിട്ടില്ല. അതുകൊണ്ട് ഗ്രാമതലങ്ങളല്ലേ, അവിടെയും നമുക്ക് യോഗ വരും. ഇപ്പോൾ സഭയ്ക്കകത്ത് എന്തോ ഉള്ളൂ യോഗ. രാവിലെ 5 മണിക്കൊക്കെ ഞാൻ മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ അമ്മമാരൊക്കെ റോഡ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. എന്നാലും അച്ചാൻ്റെ ഒരു വടിയുണ്ട്, പട്ടി വന്നാൽ അടിക്കാനായിട്ട്. പണ്ട് അയ്യോ അച്ചാൻ്റെ ഈ വടിയില്ല, അമ്മാമ്മയുടെ ഇങ്ങനെ വെച്ച് നടക്കുകയും വേണ്ടായിരുന്നു. ആട്ടുകല്ല് എന്ത് ചെയ്യായിരുന്നു, ആട്ടുമായിരുന്നു. ഒരു കൈ കൊണ്ട് ആട്ട്, ഒരു കൈ കൊണ്ട് ഇളക്കിയിടുമായിരുന്നു. കിണറ്റിൽ നിന്ന് എന്ത് ചെയ്യുമായിരുന്നു, വെള്ളം കോരും. ഭയങ്കര എക്സസൈസിലായിരുന്നു, പ്രഷറില്ലായിരുന്നു. പിന്നെ പാസ്റ്റർമാർക്ക് പോലും അറ്റാക്കില്ലായിരുന്നു കേട്ടോ. കാരണം അന്ന് ഇത്തിരി വേദവസ്തുവാണ്, അതിങ്ങനെ വെച്ചോണ്ടാണ് പോകുന്നത്. അപ്പോൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ചങ്കത്ത് കിടന്ന ഈ സാധനം അപ്പോൾ അകത്തൊരുമാതിരി ബ്ലോക്ക് ഉണ്ടല്ലോ അങ്ങ് പാറ. ഇപ്പോൾ പുസ്തകം കൊണ്ടുവരത്തില്ല, ഇപ്പോൾ ആകെപ്പാടെ ഒരു ഫോണും കൊണ്ട് വരിക, അതിനകത്തെല്ലാം ഉണ്ടല്ലോ. ചുമ്മാ എന്നിട്ട് ഇവിടെ വന്നിട്ട് കോഴി മാന്നുന്ന പോലെ മാന്തിക്കൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് വലിയ അനുഗ്രഹമുള്ള പുസ്തകം കേട്ടോ. ഇത് ചങ്കത്ത് ചേർത്ത് വെച്ചോ, നിൻ്റെ എല്ലാം കെട്ട് വഴിയുന്നേ. പിന്നെ യോഗത്തിനൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ. ഞാൻ ഒരുമാതിരി ചെല്ലുന്നിടത്തൊന്നും ഇത് മാത്രം ബായിക്കൊന്നുമില്ല. കണ്ടുണ്ടോ ബായി കൊണ്ട് വരുന്നത് കണ്ടുണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ ഓടി വന്ന് ബാഗ് എടുക്കാനൊക്കെ വരുമ്പോൾ എൻ്റെ ഈ ബാഗിൽ അച്ഛാ ബാഗ് ഞാൻ മനസ്സില്ല മോനെ, പുസ്തകമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു വേണ്ട, അത് ഞാൻ തന്നെ പിടിച്ചോളാം, ഞാൻ പിടിക്കുന്നതല്ലേ സുഖം. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ചുമക്കാൻ ആരും നീ ഏൽപ്പിക്കൽ, നീ തന്നെ ചുമക്കണം. അത് വരുമ്പോൾ മാർബോട് ചേർത്ത് എന്ത് ചെയ്യണം, വെക്കണം. രാവിലെയും പറ്റിയത് എന്ത് ചെയ്യണം, വായിക്കണം. പ്രൈസ് ദി ലോർഡ്. വായിച്ച് ധ്യാനിക്കണം.
പരീശന്മാർ യേശുവിനൊക്കെ വന്ന് വലിയൊരു ചോദ്യമൊക്കെ ചോദിച്ചു. കർത്താവെ, ഒരു വീട്ടിലെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, അവൻ അങ്ങ് ചത്തുപോയി, അവളെ ശേഷിച്ചു. രണ്ടാമൻ അവളെ കെട്ടി, മൂന്നാമൻ കെട്ടി, 7 പേര് കെട്ടി, 7 പേരും ചത്തു. ഇപ്പോൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ആരുടെ ഭാര്യയാവും? ഇവൻ അറിയേണ്ട കാര്യമാണ്. വേറെ ഒന്നും ഇവന് ചോദിക്കാനില്ല. അവൻ അറിയേണ്ട ഇവൾ ആരുടെ ഭാര്യയാകും. നമ്മൾ ചോദിക്കുന്നില്ലേ കായിൻ്റെ ഭാര്യ എവിടെ നിന്നാണ്? ചോദ്യം കേട്ടതൊന്നും അനിയത്തി ഇവൻ കെട്ടാൻ പോവാൻ. വേറെ എന്തെല്ലാം കാര്യം, രക്ഷയെക്കുറിച്ച് ഇവൻ അറിയണ്ട, കാൽവറി യാഗത്തെക്കുറിച്ച് അറിയണ്ട, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവൻ അറിയണ്ടേ, കായിൻ്റെ ഭാര്യ ആരാന്ന? നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പോൾ കർത്താവ് സാക്ഷാൽ ആരാ? വചനം ജഡമായിട്ട് നിൽക്കുക. നമ്മളിത് എടുത്തോണ്ട് നിൽക്കുക, പക്ഷേ ഈ വചനം ജഡമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ പരീശന്മാർക്ക് സ്വയമേ ഒരു അഹങ്കാരം ഉണ്ട്, അവന്മാർക്ക് വചനം നല്ലപോലെ അറിയാമെന്ന്. കാരണം അവൻ ഈ ജീരകത്തിൻ്റെ പ്രസാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? 10-1. അപ്പോൾ 10 ജീരകം എണ്ണി ഇങ്ങോട്ട് വെച്ചിട്ട് വേണം ഒരു ജീരകം അങ്ങോട്ട്. എന്തോ കഷ്ടപ്പാടെന്ന് ഓർത്ത്. ജീരകത്തിനും ചതകുപ്പയ്ക്കും എന്നെ കൊടുക്കുമായിരുന്നു. വായിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അങ്ങനെ 10 എണ്ണി ഇങ്ങോട്ട് വെച്ചിട്ടില്ലേ ഒരെണ്ണം വെക്കുന്നേ? ഓ, എന്തോ മെനക്കെട്ട പണിയായിരുന്നു. നമ്മൾ ദശാംശം കൊടുക്കത്തേ ഇല്ലല്ലോ. അവൻ ജീരകത്തിന് വരെ നമുക്കൊരു മനസാക്ഷി കുത്തുന്നുണ്ടോ ഇടയ്ക്ക്? അല്ലെങ്കിൽ കൊടുത്തോളം കേട്ടോ. ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവൻ വന്ന് വലിയ ഗമയെ ചോദിച്ചു, കർത്താവ് ഇവൾ ആരുടെ ഭാര്യയായിട്ട്? കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ അങ്ങനെ ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ല. പിന്നെ കർത്താവ് കയറി വെട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് തിരുവെഴുത്തുകളെ കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അറിയാത്തത് കൊണ്ടത്രേ നീയൊക്കെ ഇങ്ങനെ തെറ്റിപ്പോന്നെന്ന് പറഞ്ഞു. ഇവന്മാർ തിരുവെടുത്തെല്ലാം കൂടെ കാണാൻ പഠിച്ചു വന്നേക്കുക. അവനോട് യേശു പറയണം, നിനക്ക് തിരുവെടുത്തൊന്നും ഇങ്ങനത്തെ കുറെ കുടുക്ക് ചോദ്യം ചോദിക്കുക അല്ലാതെ കാര്യമൊന്നും അറിയത്തില്ലെന്ന്. മനസ്സിലായില്ലേ? അപ്പം ദൈവസന്നിധി വന്ന് തെറ്റിപ്പോകാതിരിക്കണം 2 കാര്യം അറിയണമെന്ന് യേശു പറഞ്ഞു. എന്തൊക്കെയാ? 1 തിരുവെടുത്തറിയണം, 2 ദൈവശക്തി അറിയണം. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഇതിൽ ചുമ്മാ കണ്ടോണ്ടിരിക്കാനുള്ള, ഇത് വായിച്ച് ധ്യാനിക്കണമെന്ന്. ഇത് ധ്യാനിച്ചോ പറഞ്ഞില്ല. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോരാ, നീ സശ്രദ്ധം ഇതിലേ വാക്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. പാടാൻ സമയമില്ല. ശ്രദ്ധിച്ചേ. തേനിലും മധുരമായി വചനം നീ വായിച്ച് ധ്യാനിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. ശ്രദ്ധിക്കണേ പറയണം. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവശക്തി അറിയണം, തിരുവെഴുത്ത് അറിയണം. ദൈവാത്മാവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? വേഗം. പാഴായതിനെ, ശൂന്യമായതിനെ, ആഴത്തിൽ താണതിനെ, വെള്ളം കൊണ്ട് മൂടിയതിനെ, ഇരുട്ട് വ്യാപിച്ചതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ ഏത് തകർന്ന മണ്ഡലത്തെ പണിയാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. ഏറ്റെടുക്കുന്നവർ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 ചോദ്യം, അതെങ്ങനെ സംഭവിക്കും? ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം നിന്റെ ചോദ്യം എല്ലാം കൂടെ എഴുതി വെച്ചോ. നിന്റെ വീട്ടിലെ, നിന്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ എല്ലാ ചോദ്യം എഴുതിച്ചോ. അതിനപ്പുറത്തൊരു വാക്കുകൂടെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടോ. ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം ഇന്ന് പകൽ സ്വർഗത്തിനുണ്ട്. ആത്മാവ് നിന്റെ വിഷയത്തിന്മേൽ വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ എഴുതി വെച്ച വിഷയത്തിന്മേൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, നീ വ്യാകുലപ്പെട്ട് കരയുന്ന വിഷയത്തിന്മേൽ, നിരാശ ഉളവായ വിഷയത്തിന്മേൽ ഇന്ന് രാവിലെ ആത്മാവ് വരും. അത്യുന്നതന്റെ ശക്തി ആ വിഷയത്തിന്മേൽ നിഴലിടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. അത്യുന്നതന്റെ ശക്തി നിന്റെ വിഷയത്തിന്മേൽ. ശക്തി നേരിട്ടപ്പോൾ ഉത്ഭവിച്ചെന്നല്ലേ? സ്തോത്രം. അങ്ങനെയാണ് ഈ ദൂത് കേട്ടോണ്ടിരുന്നപ്പോൾ ചിലത് ഉത്ഭവിച്ചിട്ടുണ്ട്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്ഭവിക്കത്തില്ലെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ, ഇനി ഒരു ചലനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഇന്ന് പകൽ ആത്മാവി ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉത്ഭവത്തിന്റെ ശക്തി അല്ലെ ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുകയാ. ആൽവി ഏത് വിഷയമാകട്ടെ, നീ ഭാരപ്പെട്ട വിഷയത്തിന്മേൽ, നീ ഹൃദയം തകർന്ന വിഷയത്തിന്മേൽ, നീ വ്യാകുലപ്പെട്ട വിഷയത്തിന്മേൽ ഇന്ന് പകൽ സ്വർഗത്തിന്റെ ശക്തി. ഹല്ലേലൂയ. പ്രിയരെ, നിന്റെ ആ വിഷയത്തെ ക്രൂശിച്ചു, നിന്റെ ആ വിഷയത്തെ ആണിയടിച്ചു, നിന്റെ ആ വിഷയത്തെ മുൾക്കിരീടം വെച്ചു, നിന്റെ ആ വിഷയത്തെ തല്ലിക്കൊന്നു,
നിന്റെ അഭിഷേകത്തെ ഒരു വലിയ കുഴി കൊണ്ട് വെച്ചു, നിന്റെ വിഷയത്തെ ഒരു കല്ലുകൊണ്ട് അടച്ചു, ആ കല്ലിന്മേൽ മുദ്രയിട്ടു. ഇനി ആ വിഷയം പൊങ്ങി വരാതിരിക്കാൻ പട്ടാളത്തെ കാവൽ നിർത്തി. പക്ഷെ സ്വർഗം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വ്യാപരിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അടയപ്പെട്ട ചിലത്, കൊട്ടിയടച്ച ചിലത്, കല്ല് വെച്ചടച്ച ചിലത്, മുദ്രയിട്ട ചിലത്, ഇനി ചലിക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത്, കാവലേൽപ്പിക്കപ്പെട്ട ചിലത്. ഓ, ഏറ്റെടുത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചു, ഏറ്റെടുത്ത് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിച്ചു. ചില വിഷയത്തിന്മേൽ നിങ്ങളുടെ അഭിഷേകം ജ്വലിക്കട്ടെ, നിങ്ങളുടെ ആത്മശക്തി വ്യാപരിക്കട്ടെ, നിങ്ങളുടെ കൃപകൾ ജ്വലിച്ചു വരട്ടെ, നിങ്ങളുടെ അതരങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ, നിങ്ങളുടെ കരത്തിന്റെ ബലഹീനതകൾ മാറട്ടെ. ശബ്ദമുയർത്തി അല്പ നിമിഷങ്ങൾ. ഓ റികലമന തുരേബവശംദരെ ദുഡമാന വൈഡേരകൽക്കന ദുരാജകൽക്കാരബവ അർത്ഥമനവലവൗഷസ്യ. ചില ശൂന്യതകൾ മാറട്ടെ, ചില വഴികൾ തുറക്കട്ടെ. ദുട്ട മണ്ണിട്ട് മൂടിയ ഉറവകൾ തുറന്നു വരേണ്ടതിന് ഓ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അല്പനിമിഷം പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും അല്പനിമിഷം ആരാധിക്കട്ടെ, അല്പനിമിഷം വിട്ടുകൊടുത്ത് ആരാധിച്ചേ. ചില വിടുതലുകൾ ചില കൂടാരത്തിൽ, നീ ഇവിടെ കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ വിട്ടുവന്ന ഭവനത്തിൽ, നിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ, നിന്റെ തലമുറ പാർക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ കരം ചലിക്കുകയോ. ഹല്ലേലൂയ.